പെണ്ണിന്റെ ഔറത്ത് പുറത്ത് കാണിക്കുന്ന കോലത്തില് അവൾക്ക് നീ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് വീട്ടിലുണ്ട്. ആ വീടിന്റെ പരിസരത്തിലൂടെ മീൻ കച്ചവടക്കാര് വന്നാൽ അവിടെ മീൻ വാങ്ങാൻ പോകുന്നതാരാ? നമ്മള് കാലുമക്കാലും കയറ്റി വെച്ച് അവിടെ ചാരുകസേരയിൽ ഇരിക്കുമ്പോ മീൻകാരന്റെ അടുക്കലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞത്, ഓ എന്റെ ഉപ്പാ, ലജ്ജയില്ലാത്ത നമ്മളല്ലയോ? ഒരു പണി നമുക്കില്ല, പക്ഷേ മീൻകാരന്റെ മുമ്പിൽ മീൻ വാങ്ങാൻ പോയി പറഞ്ഞേക്കുന്നത്, മീൻകാരന്റെ മുമ്പിലേക്ക് പറഞ്ഞു വിടുന്നത് നമ്മുടെ ഭാര്യമാരെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാതാവിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മകളെയാണ്, പെങ്ങളെയാ. മറയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു ഭർത്താവും മുതിരരുത് കേട്ടോ. അവളെ ഔറത്ത് മറക്കാതെ സുബ്ഹാനല്ലാഹ്, എംഐടിക്ക് മുകളില് മീൻ പെട്ടി കെട്ടിവെച്ചതുപോലെ ബൈക്കിന്റെ ബാക്കിൽ കെട്ടിവെച്ച് ഭാര്യയെ ചെത്തിപ്പൊളിക്കാൻ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരില്ലയോ? അതേ ഔറത്ത് മറക്കുന്ന വസ്ത്രം ധരിക്കാൻ വിസമ്മതിക്കുന്ന പെണ്ണാണെങ്കിൽ, ഓ നട്ടലില്ലാത്ത ചെറുപ്പക്കാരാ, അങ്ങനത്തെ ഒരു പെണ്ണിന്റെ ജീവിതത്തിന് വേണ്ട. ദുനിയാവിലുള്ള ഒന്നും എന്നോട് ബന്ധപ്പെടേണ്ടതില്ല, എനിക്ക് ആഖിറത്തിൽ വിജയിക്കണം എന്നൊരു ചിന്തയോടെ ദുനിയാവിലുള്ളത് മുഴുവൻ പാടെ ഒഴിവാക്കുന്നവൻ നിങ്ങളിൽ ഉത്തമനല്ലെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. നേരെ ഉൾട്ടും അങ്ങനെ തന്നെയല്ല. അഥവാ ദുന്യാവിൽ എങ്ങനെ ജീവിച്ചാലും ദുന്യാവിലെ സന്തോഷത്തോടുകൂടെ ജീവിക്കണം. അവിടെ ആഖിറം നഷ്ടപ്പെടുമോ എന്ന ചിന്തയവനില്ല. നാളെ ഖബറിൽ ശിക്ഷിക്കപ്പെടുമോ എന്ന ബോധവും അവനില്ല. നാളെ ഹബീബിന്റെ മുമ്പിലേക്ക് ചെല്ലണമെന്ന ചിന്തയും അവനില്ല. അല്ലാഹുവിന്റെ മഹ്ശറയിൽ ചെന്നാൽ അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുമോ ഇല്ലയോ എന്ന ചിന്തയും അവനില്ല. ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണോ, ആഖിറത്തെ കുറിച്ച് ചിന്തയില്ലാതെ ജീവിക്കുന്നവനോ നിങ്ങളിൽ ഉത്തമനല്ല മുഹമ്മദ് മുസ്തഫ. പിന്നാരാ നിങ്ങളിൽ ഉത്തമൻ? വലാകിൻ ഖൈറുകും മൻ അഖദ മിൻ ഹാദിഹി വഹാദിഹി. ദുനിയാവിലെ വിജയവും ആഖിറത്തിലെ വിജയവും രണ്ടും സമുന്നയിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതിന് ഇസ്ലാം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും വലിയ കാര്യമാണ് കുടുംബ ബന്ധം നിലനിർത്തുക എന്നത്. തകർന്നു പോവാത്ത ബന്ധം, തകർന്നു പോവാത്ത പിതാക്കളോടുള്ള ബന്ധം, മാതാക്കളോടുള്ള ബന്ധം, അത് നിലനിർത്തി കൊണ്ടുപോവുക എന്നത് ഇവന്റെ ജീവിതം ഇവിടെയും അവിടെയും വിജയിക്കാനുള്ള കാരണമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി ഇങ്ങോട്ട് മിണ്ടുന്നില്ല എന്ന് കരുതിയിട്ട് ഒരു ബന്ധത്തെയും നമ്മൾ മുറിക്കാൻ പാടില്ല. ഇങ്ങോട്ട് ഗുണം ചെയ്യുന്നില്ല എന്നതുകൊണ്ട് അവനേക്ക് അങ്ങോട്ട് ഗുണം ചെയ്യാതിരിക്കാൻ പാടില്ല. നേരെ മറിച്ച് ഇങ്ങോട്ട് മിണ്ടാത്തവനോട് അങ്ങോട്ട് മിണ്ടലാണ് മാന്യന്മാരുടെ സ്വഭാവം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തലാസത്തും മിൻ അഖ്ലാഖിൽ ജന്ന, സ്വർഗ്ഗാവകാശികൾക്ക് ദുനിയാവിൽ നിന്നുണ്ടാവുന്ന 3 സ്വഭാവങ്ങളുണ്ട്. തലാസത്തും മിൻ അഖ്ലാഖിൽ ജന്ന, സ്വർഗ്ഗാവകാശികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിന്ന് തന്നെ കൊടുക്കുന്ന 3 സ്വഭാവങ്ങളുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലാ തൂജദു ഇല്ലാ ഫിൽ കരീം. ആ സ്വഭാവം മാന്യന്മാരിൽ നിന്ന് മാത്രമേ ഉണ്ടാവൂ. തലപ്പാവ് ധരിച്ചത് കൊണ്ട് മാന്യനാവൂല, വയത് പറഞ്ഞത് കൊണ്ട് മാന്യനാവൂല, കമ്മിറ്റി ഭാരവാഹിയാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടന്നത് കൊണ്ട് മാന്യനാവൂല, അതല്ലെങ്കിലോ വെള്ള ഷർട്ടും തുണിയും എടുത്തുകൊണ്ട് കതിരട്ട് നടന്നത് കൊണ്ട് ഒരാൾ മാന്യനാവൂല. നേരെ മറിച്ച് ഹബീബായ നബി തങ്ങൾ പറയുന്നു, മാന്യന്മാരുടെ സ്വഭാവം 3 ആ 3 സ്വഭാവം ഉള്ളവനേ മാന്യനാവുകയുള്ളൂ, അല്ലാത്തവൻ മാന്യനല്ല എന്ന് പറഞ്ഞ മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
നബി തങ്ങൾ പറയുന്നു ഏതാണ് ആ മൂന്ന് സ്വഭാവം? തലാസത്തു മിൻ അഖ്ലാഖിൽ ജന്നതി ലാ തൂജദു ഇല്ലാ ഫിൽ കരീം. മാന്യന്മാരിൽ നിന്നല്ലാതെ പ്രകടമാകുന്ന മൂന്ന് സ്വഭാവം എന്ന് പറഞ്ഞ് മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ എണ്ണി പറയുന്നു. ഒന്ന്, അൽ ഇഹ്സാനു ഇലൽ മുസീഇ. ഇങ്ങോട്ട് അക്രമം ചെയ്യുന്ന ആളുകൾക്ക് അങ്ങോട്ട് നന്മ, ഇങ്ങോട്ട് നന്മ ചെയ്യാത്ത ആളുകൾക്ക് അങ്ങോട്ട് നന്മ. ഇത് മാന്യന്മാരുടെ സ്വഭാവമാണ്. രണ്ടാമത് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു വൽ അഫു അമ്മൻ ളലമഹു. ഇങ്ങോട്ട് ആക്രമിച്ചവന് അങ്ങോട്ട് മാപ്പ്. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവനെ തിരിച്ച് ചീത്ത പറയുന്ന മനസ്സവനില്ല. ഇങ്ങോട്ട് ആക്രമിക്കുന്ന ആളുകളെ തിരിച്ച് ആക്രമിക്കണമെന്ന ചിന്തയില്ല. വൽ അഫു അമ്മൻ ളലമഹു. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അനുഭവിച്ച പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾ ഓരോന്ന് പരിശോധിച്ചാൽ ഇത് നമുക്ക് വ്യക്തമാകും. അല്ലാഹു തആല ആ ഹബീബിനെ പിന്തുടരാൻ നാം എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വൽ അഫു അമ്മൻ ളലമഹു. ഇങ്ങോട്ട് ആക്രമിച്ച ആളുകളെ തിരിച്ചങ്ങോട്ട് ആക്രമിക്കാതിരിക്കുക. ഇങ്ങോട്ട് ഒരാൾ ചീത്ത പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യരുത്? നല്ല കോലായി നമ്മളെങ്ങാനും എന്റെ വാപ്പാറ നമ്മളെന്ത് ചെയ്യാ? ഒന്നും കൂടി കേറിയത് എന്റെ വാപ്പാന്റെ വാപ്പാറ. ഇപ്പൊ പിന്നെ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ കൂടിയതുകൊണ്ട് ഇംഗ്ലീഷിലാ പറഞ്ഞത്. ഏത് വാപ്പാന്റെ തലാന്ന് പാരും പാരും ഫാദറിന്റെ ഹെഡ് അതാകുമ്പോ വല്ലാതെ എഫക്ട് ചെയ്യുന്നല്ലോ. മാന്യന്മാരുടെ സ്വഭാവമെന്ന് കരുതി ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചീത്ത പറയുന്നവരുണ്ട്. അല്ലാഹു തആല നമ്മുടെ നാവിനെ നന്നാക്കി തരുമാറാകട്ടെ. ഇങ്ങോട്ട് ആക്രമിച്ചവന് അങ്ങോട്ട് മാപ്പ് ചെയ്ത് കൊടുക്കുക. മൂന്നാമതോ മാന്യന്മാരുടെ സ്വഭാവമേതാ? വൽ ബദലു ലിമൻ ഹറമഹു. ഇങ്ങോട്ട് തരാത്ത ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങോട്ട് കടം ചോദിച്ചു വന്നു ഒരാൾ, നിന്റെ അടുക്കിലേക്ക് കടം ചോദിച്ചു വന്നു. ചോദിച്ചയാള് പറഞ്ഞു എന്റെ കയ്യിൽ കാശില്ല, ഒന്ന് തരുമോ? ഉണ്ടെങ്കിലും ശരി ഞാൻ എനിക്ക് തരൂല എന്ന് പറഞ്ഞു പിറ്റേ ആഴ്ച 100 രൂപ ചോദിച്ച അതേ ആളുകൾക്ക്, ചോദിക്കപ്പെട്ട ആളുകൾക്ക് രണ്ടാമത് ആവശ്യം വരുമ്പോ തിരിച്ചു കൊടുക്കാൻ മനസ്സില്ലാതിരിക്കുക എന്നത് മാന്യന്മാർക്ക് യോജിച്ചതല്ല. മുഹമ്മദ് റസൂലുള്ളാഹി ഓ എന്റെ സഹോദര, ഇങ്ങോട്ട് പിണങ്ങിയവനോട് അങ്ങോട്ട് പിണങ്ങാൻ പാടില്ല. നിന്റെ അയൽവാസി നിന്നോട് പിണക്കമാണോ? എന്നാ നീ പിണങ്ങി നടക്കേണ്ടവനല്ല. നിന്റെ മാതാപിതാക്കൾ നിന്നോട് പിണക്കമാണോ? എന്നാൽ ആ മാതാപിതാക്കളോട് അങ്ങോട്ട് പിണങ്ങാൻ പാടില്ല. നിന്റെ ജ്യേഷ്ഠ സഹോദരൻ കൊല്ലങ്ങളോളമായി പിണങ്ങിയിട്ട് എന്നാ നീ അങ്ങോട്ട് പോയി അവനോട് മിണ്ടുകയാ വേണ്ടത്. ഇത് മാന്യന്മാരുടെ സ്വഭാവമാ. മുഹമ്മദ് റസൂലുള്ളാഹ്. കുടുംബബന്ധം പുലർത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടവരോ, ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടവരോ, ഏറ്റവും കൂടുതൽ ബാധ്യതകൾ ഉൾക്കൊള്ളുകയും ചെയ്ത വിഭാഗം നമ്മുടെ സ്വന്തം മാതാപിതാക്കളാണ്. ഇന്നിന്റെ കാലം അങ്ങനെയല്ല. ഉപ്പാക്കും ഉമ്മാക്കും അവഗണനയാണ്. ഉപ്പയും ഉമ്മയും വാർദ്ധക്യമെത്തിയ വൃദ്ധസദനങ്ങളിലാണ്. സുബ്ഹാനല്ലാഹ്, പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? സ്വന്തം അമ്മയെ ഗുരുവായൂർ പ്പന് സമർപ്പിക്കുന്നു എന്ന് പേര് പറഞ്ഞ വാർദ്ധക്യമെത്തിയ അമ്മയെ ഗുരുവായൂരപ്പന്റെ നട തള്ളുകയാണ്. എന്നതുപോലെ തന്നെ അജ്മീർ ശൈഖിന്റെ പേര് പറഞ്ഞ് അജ്മീറിൽ കൊണ്ടാക്കുകയല്ലേ? മാതാവിനെയും പിതാവിനെയും പാടില്ല. മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് പഠിപ്പിച്ചല്ലേ നിന്റെ കുടുംബബന്ധോ അമുസ്ലിമിന്റെ ഇടയിലാണെങ്കിലും ആ ബന്ധം നീ നിലനിർത്തുക തന്നെ വേണോ? അതേ, ഇൻകാന ബൈനക വ ബൈനഹു ഖറാബ. നിന്റെയും നിന്റെ മറ്റൊരുത്തന്റെയും ഇടയിൽ കുടുംബ ബന്ധമുണ്ട്. വലൗകാന കാഫിറാ, അവൻ ഒരു സത്യനിഷേധിയാണെങ്കിൽ കുടുംബ ബന്ധമുണ്ടെങ്കിൽ ഫസിൽഹാ, ആ കുടുംബ ബന്ധത്തെ നീ നിലനിർത്തണമെന്ന് പഠിപ്പിച്ച മുത്ത്
മുഹമ്മദ് റസൂലുള്ളാഹ്. കുടുംബ ബന്ധത്തിന്റെ കാര്യം വളരെ കൂടുതൽ ചിന്തിക്കേണ്ടത് തന്നെയാണ്. നിന്റെ മാതാവ് അമുസ്ലിമത്തായി അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ അമുസ്ലിമത്തായ മാതാവിനെ തള്ളിപ്പറയാൻ നമുക്ക് അവകാശമില്ല. മറ്റൊരു മതത്തിലേക്ക് ചേക്കേറി പോയത് കൊണ്ട് അവന്റെ മൃദുത്വമോ അവന്റെ പൃഥുത്വമോ മാതൃത്വമോ നഷ്ടപ്പെട്ടു പോകുന്നില്ല. അവരോട് നല്ല നിലയിൽ തന്നെയാ വർത്തിക്കേണ്ടത്. അറിയോ, ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വീട്ടിലിരിക്കുമ്പോ മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹാ ഹബീബിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, എന്റെ ഉമ്മയുണ്ട് വന്നിട്ട് സഹായം ചോദിച്ച് വന്നതാണ്. എന്റെ ഉമ്മ ഒരു അമുസ്ലിം സഹോദരിയാണ് നബിയേ. ആ ഉമ്മയോട് ഞാൻ ബന്ധം പുലർത്തേണ്ടതുണ്ടോ? എന്റെ പേറ്റുമ്മയായ പോറ്റുമ്മയായ ആ ഉമ്മാക്ക് ഞാൻ സഹായം കൊടുക്കേണ്ടതുണ്ടോ എന്ന് മഹാനായ ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, അസ്മായെ, പാടില്ല, പിണക്കം പാടില്ല. നിന്റെ ആ വളർത്തുമ്മയായ ഉമ്മ അമുസ്ലിമത്താണെങ്കിലും ഫസിലിഹാ, അവളോട് നീ കുടുംബബന്ധം പുലർത്തണമെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. അമുസ്ലിമാണെങ്കിലും കുടുംബബന്ധമാണോ നിലർത്തണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉപ്പയും ഉമ്മയും മുസ്ലിമാണെങ്കിൽ എത്രത്തോളം ബാധ്യതകൾ ബാക്കിയുണ്ടവിടെ. ഓ എന്റെ സഹോദര, എന്റെ ചെറുപ്പക്കാരാ, നമുക്കറിയാ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ഖബ്ബല ബൈന ഐനൈഹി ഉമ്മിഹി കാന സിത്റൻ മിനന്നാർ. ഉമ്മയുടെ കവിൾത്തടത്ത് ഒരാള് ചുടുചുംബനം കൊടുത്ത് പൊന്നുമ്മയുടെ സന്തോഷം പിടിച്ചു വാങ്ങുകയാണെങ്കിൽ, ഉമ്മയുടെ രണ്ട് കൺതടങ്ങൾക്കിടയിൽ ചുംബനം കൊടുത്ത് ആ ഉമ്മയെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ, കാന സിത്റൻ മിനന്നാർ, അത് നരകത്തിൽ നിന്നൊരു കാവലാണ്, നരകത്തിൽ നിന്ന് കാക്കുന്ന ഒരു കർമ്മമാണ് നിന്റെ ഉമ്മാക്കുള്ള ചുംബനമെന്ന് പഠിപ്പിക്കുന്ന ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഇന്ന് തന്നെ ചെല്ലണം നമ്മുടെ വാർദ്ധക്യമുള്ള ഉമ്മാന്റെ അടുക്കൽ. എന്നിട്ട് ആ ഉമ്മായുടെ രണ്ട് കൺതടങ്ങൾക്കിടയിൽ ചുംബനം കൊടുക്കണം. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് അവരോട് വല്ല പിഴവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിവരമില്ലാത്ത ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ അല്ലാഹ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പഠിപ്പിച്ചു, മൻ ഖബ്ബല ബൈന ഐനൈ ഉമ്മിഹി, ഉമ്മയുടെ രണ്ട് കൺതടങ്ങൾക്കിടയിൽ ഒരാൾ ചുംബനം കൊടുത്താൽ, കാന സിത്റൻ മിനന്നാർ, അത് നരകത്തിൽ നിന്നൊരു മറയാണ്. പോരാ, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ തന്നെ ആരാധനയാണ്. മുഹമ്മദ് റസൂലുള്ളാഹ്. സ്വന്തം ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ ആരാധനയാണെന്ന് പഠിപ്പിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിയിരുന്നാൽ പ്രതിഫലം കിട്ടുന്ന 3 കാര്യങ്ങളും. നോക്കിയിരുന്നാൽ മതി, വേറൊന്നും ചെയ്യണ്ട. പക്ഷെ നോട്ടം മര്യാദക്ക് നോക്കണമെന്ന് മാത്രം, ആളെ കളിയാക്കിയിട്ടുള്ള നോട്ടമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ അതിന് പ്രതിഫലമുണ്ട്, അത് ആരാധനയാണ്. രണ്ടാമത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആനുൽ ശരീഫ് പാരായണം ചെയ്യാൻ അറിയില്ല, ഫാത്തിഹ പോലും അവൻ പഠിച്ചിട്ടില്ല, ഒരു സൂറത്തും അവൻ കാണാതെ പഠിച്ചിട്ടില്ല, അവന് ഓതാൻ അറിയില്ല എങ്കിൽ തന്നെ ആ ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ അത് ആരാധനയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി.
മൂന്നാമത് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, നോക്കിയിരുന്നാൽ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു വിഭാഗം, മറ്റൊരു ഇനമുള്ളത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബ ശരീഫാണ്. ഒരു റിപ്പോർട്ട് പ്രകാരം അള്ളാഹുവിന്റെ ദീൻ പഠിച്ച പണ്ഡിതന്മാരെ മുഖത്തേക്ക് നോക്കിയിരിക്കലും അതും ആരാധനയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെയും മുഖത്തേക്ക് ഇരുന്നാൽ അത് ആരാധനയാണ്. സ്വന്തം ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നത് ആരാധനയാണ്. കഅബാലയത്തിലേക്ക് നോക്കലും ആരാധനയാണ്. പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കലും ആരാധനയാണ്. അറിയോ, ഹബീബായ നബി തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു, സ്വഹാബാ മാമിൻ റജുലി യൻദുറു ഇലാ ഉമ്മിഹി നദറ റഹ്മ. ഏതെങ്കിലും നിങ്ങളെ സമുദായത്തിലുള്ള മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനാ അവന്റെ ഉമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ ഇല്ലാ കാനത് ലഹു ഹജ്ജതൻ മഖബൂലതുൻ മബ്റൂറാ, പരിപൂർണമായ ഒരു ഹജ്ജ് നിർവഹിച്ച കൂലിയാ. സ്നേഹത്തോടുകൂടെ മാതാവിന്റെ മുഖത്തേക്ക് നോക്കുന്നതിന് അല്ലാഹു തആല നൽകുകയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തിനോട് ഉമ്മയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടുകൂടെയുള്ള നോട്ടമല്ല. സുബ്ഹാനല്ലാഹ്, ക്രിക്കറ്റ് കളിക്കുന്നതിനിടയില് ഏതെങ്കിലും ടിവിയിലുള്ള പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയില് നമ്മുടെ മാതാവ് വിളിക്കുമ്പോ നമ്മളൊരു നോട്ടം നോക്കാനുണ്ട്. ആ നോട്ടമല്ല ഞാൻ ഈ പറയുന്നത്. വാത്സല്യത്തോടെയും കാരുണ്യത്തോടെയും നമ്മുടെ മാതാവിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ ഇല്ലാ കാനത് ലഹു ഹജ്ജത്തുൻ മഖബൂല, അത് പൂർണ്ണമായ ഒരു ഹജ്ജ് നിർവഹിച്ച പ്രതിഫലോ ഒരൊറ്റ നോട്ടത്തിന് പടച്ച തമ്പുരാന് നൽകുമെന്ന് പറഞ്ഞപ്പോ മഹാന്മാരായ സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, വഇന്നദറ ഇലൈഹാ ഫിൽ യൗമി 100 മറ, ഒരു ദിവസം ഒരു ഉമ്മയുടെ മുഖത്തേക്ക് 100 തവണയാണോ നോക്കുന്നതെങ്കിലോ എന്നാ 100 ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുമോ? ഒരു പ്രാവശ്യം നോക്കിയാൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലമുണ്ടെന്ന് അങ്ങ് പഠിപ്പിച്ചല്ലോ. എന്നാൽ ഒരു ഉമ്മയുടെ മുഖത്തേക്ക് 100 തവണ നോക്കിയാൽ അതിനും ഹജ്ജിന്റെ പ്രതിഫലമുണ്ടോ? ഈ സമയത്ത് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് റസൂലുള്ളാഹ് നബി തങ്ങൾ പറയുന്നു, വഇന്നദറ ഇലൈഹാ ഫിൽ യൗമി 100,000 മറ, നിന്റെ പോറ്റുമ്മയുടെയും വളർത്തുമ്മയുടെയും നിന്നെ വളർത്തിയ ഉമ്മയുടെയും മുഖത്ത് ഒരു ദിവസം 1000 പ്രാവശ്യമല്ല 1,00,000 പ്രാവശ്യം നീ നോക്കിയിരുന്നാൽ അതിന് 1,00,000 ഹജ്ജ് ചെയ്ത പ്രതിഫലം യജമാനനായ റബ്ബ് തആല നൽകുമെന്ന് ഞാൻ പറഞ്ഞതല്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാക്കൾക്ക് ഞങ്ങളോട് വെറുപ്പുണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഓ എന്റെ ഉപ്പമാരെ, വാർദ്ധക്യമെത്തി നമുക്ക്. നമ്മുടെ ഉമ്മ ഇന്ന് ഖബറിലാണോ? നമ്മുടെ ഉപ്പ ഇന്ന് ഖബറിലാണോ? എന്നാൽ മരണപ്പെട്ടു പോയ ഉപ്പയുടെ പൊരുത്തം കിട്ടാൻ ഹബീബായ നബി തങ്ങൾ ചില പരിഹാരങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാ ഉപ്പയുടെ പൊരുത്തം, മരണപ്പെട്ടു പോയ ഉപ്പയുടെ പൊരുത്തം കിട്ടാൻ എന്ത് ചെയ്യണം? ഉമ്മാനെ ഞാൻ അറിയാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്, അറിയാതെ പറ്റിപ്പോയ പിണക്കമാണ്. ആ പിണക്കം മാറാതെയാണല്ലോ എന്റെ ഉമ്മ സക്കറാത്തിന്റെ ഹാലിൽ മരണപ്പെട്ടു പോയതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ആ ഉമ്മയുടെ ഖബറിന്റെ അടുക്കൽ ചെല്ലുക, ആ ഉപ്പയുടെ ഖബറിന്റെ അടുക്കൽ ചെല്ലുക. എന്നിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആയിരിക്കുകയാണെങ്കിൽ ആ മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തം നിനക്ക് ഉണ്ടാകുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് റസൂലുള്ളാഹ്. അറിയോ, ബഹുമാനപ്പെട്ട മഹാന്മാര് പഠിപ്പിക്കുന്നു, നിന്റെ ആരാധനയാവണമെങ്കിൽ, നീ പഠിച്ച ഇൽമാവണമെങ്കിൽ
വാങ്ങണമെങ്കിൽ, നീ അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങൾക്ക് പടച്ച റബ്ബിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടണമെങ്കിൽ, അതേ നീ കൊടുത്ത സ്വതക്കയുടെ പ്രതിഫലം നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ മാതാവിന്റെ പൊരുത്തം ഉണ്ടായേ തീരൂ, ഉപ്പയുടെ പൊരുത്തം ഉണ്ടായേ തീരൂ. അവരെ വെറുപ്പിച്ചുകൊണ്ട് 2 റകഅത്ത് നിസ്കരിച്ചാലോ, അത് സുന്നത്തായാലും ഫർദായാലോ, ലാ യഖ്ബലു മിൻഹു സർഫൻ വലാ അദ്ലാ, അല്ലാഹു തആല അവന്റെ ഒരു ആരാധനയും സ്വീകരിക്കുകയില്ലെന്ന മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകുമാറാകട്ടെ. അവരോടുള്ള പിണക്കം മാറ്റി ഇഷ്ടപ്പെട്ട മക്കളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദര, നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. നമ്മൾ സംഘടനാ പ്രവർത്തകരായിരിക്കും, നമ്മൾ പഠിച്ചു വല്ല ഖതീബോ മുദരിസോ ജോലി ചെയ്യുന്നവരായിരിക്കും. എന്നതുകൊണ്ട് നിന്റെ മാതാവിന്റെ പൊരുത്തമില്ലാതെ, ഉപ്പയുടെ സ്നേഹമില്ലാതെ, ഉപ്പയോട് ധിക്കരിച്ചുകൊണ്ടുള്ള ജീവിതമാണെങ്കിൽ അതുകൊണ്ടൊന്നും പ്രതിഫലമില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞു, ഇബ്ഖാഉൽ വാലിദൈനി മിനൽ ഉഖൂഖ്, മാതാപിതാക്കളെ കരയിപ്പിക്കൽ അവരോട് പിണക്കത്തിന്റെ കാരണമാണ്. തമാശ പറഞ്ഞ് മാതാവിനെ പിണക്കുന്നവരുണ്ട്, വേണ്ടാത്തത് പറഞ്ഞ് ഉമ്മാനെ വിഷമിപ്പിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ചെറിയ ചെറിയ കുട്ടികൾക്കൊരു സ്വഭാവം, അവരെ പറഞ്ഞ് പിടിച്ച വാശിക്ക് ഉമ്മ വണങ്ങുന്നില്ലെന്ന് കണ്ടാൽ, ഉപ്പ ഞാൻ പറഞ്ഞത് വാങ്ങിത്തരില്ലെന്ന് കണ്ടാൽ സ്വന്തം റൂമിന്റെ കുറ്റിയിടുന്ന പെൺകുട്ടികളുണ്ട്. എന്തേ 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ ഉമ്മാനെ ഒന്ന് ടെൻഷനാക്കണം. എനിക്ക് ആ സാധനം വാങ്ങിത്തരാത്തതിന്റെ പേരില് എന്റെ ജീവിതം ഞാൻ നശിപ്പിക്കുമെന്ന പേടി അവർക്ക് വേണോ എന്ന് തമാശക്ക് ഉമ്മാനെ വേദനിപ്പിക്കുന്നവരുണ്ടോ? അതുപോലും ഹറാമാണ് കേട്ടോ. ജ്ഞാനത്തിനാ ഇത്ര ഗുരുതരമായി ഞാൻ ഇത് വിശദീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇക്കാലമത്രയും എനിക്കറിയാത്തൊരു വിഷയം ഞാൻ ഈ കിതാബിൽ പരിശോധന നടത്തുമ്പോ മാതാപിതാക്കളെ ഗുണങ്ങൾ വിശദീകരിക്കുന്ന ബിർറുൽ വാലിദൈൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് തങ്ങൾ പറയുന്നു, ലാ യംബഗീ ലിൽ വലദി അൻ യദ്ഫാ യദ അബീ വ ഉമ്മിഹി ഇദാ ദറബാ. മാതാവും പിതാവും അടിക്കുകയാണെങ്കിൽ അവരെ കൈപോലും തടുക്കാൻ പാടില്ല. അവിടെ വയസ്സിന്റെ മാറ്റമില്ല. മക്കളോ പേരമക്കളോ ജീവിതത്തിൽ കടന്നു വന്നു എന്ന് ചിന്തയില്ല. നീ ധരിച്ചതായ ശരീരത്തിൽ പ്രൗഢിയോടുകൂടി കൊണ്ടു നടക്കുന്ന ശരീര വളർച്ച ഇവിടെ പ്രശ്നമില്ല. നിന്റെ ഉപ്പ നിന്നെ അടിച്ചാൽ നിനക്ക് 70 വയസ്സുണ്ട്, ഉപ്പാക്ക് 90 വയസ്സാണെന്ന് വെച്ചോ, എന്നാ തന്നെ നീ ആദരിക്കപ്പെടുന്നയാളാണെങ്കിലോ നിന്റെ ഉപ്പാനെ അടിക്കാൻ, ആ ഉപ്പ അടിക്കുന്ന കൈ തടുക്കാൻ നിനക്ക് അനുവദനീയമല്ലോ. ബ്ലോക്ക് ചെയ്യുന്ന ആളുകളില്ലേ, ഉപ്പാന്റെ അടി പാടില്ല, ഉമ്മയുടെ അടിയും തടുക്കാൻ പാടില്ല, നിന്ന് കൊല്ലണമെന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. അതേ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നിബിധങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, വമൻ ശദ്ദൻ നദറ ഇലാ വാലിദൈഹി ലം യബുർറഹുമാ. മാതാവിലേക്കും പിതാവിലേക്കും ദേഷ്യത്തോടുകൂടെ ഒരു നോട്ടം നോക്കിയാൽ അവനോട് പിണക്കം നടച്ചവനാണ്, പിണക്കമുണ്ടാക്കിയവനാണ്. വമൻ അദ്ഖല അലൈഹിമാ മാ യുഹ്സിനുഹുമാ ഫഖദ് അഖഹുമാ. മാതാവിനെയും പിതാവിനെയും വിഷമിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങള്, ചില വാക്കുകൾ നീ ചെയ്തുവോ, അത് അവരോട് പിണക്കത്തിന്റെ കാരണമാണ്. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയോ നീ നന്നാക്കണേ അല്ലാ. ആദ്യമായി കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ബന്ധമാണ് മാതാപിതാക്കളെ ബന്ധം. സുബ്ഹാനല്ലാഹ്, ചില ചെറുപ്പക്കാരുണ്ട് 20-25 വയസ്സ് വരെ ഉമ്മായോട് വളരെ സ്നേഹമായിരുന്നു. പിന്നെ സൗന്ദര്യവതിയായ മുതലാളിച്ചിയായ ഒരു പെണ്ണ്
ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ ഇവളുടെ തലയണ മന്ത്രം കേട്ട് ഉമ്മാക്കെതിരെ വാക്ക് പറയുന്നവരോ ഉമ്മാന്റെ കഴുത്തിൽ കയറുന്ന ചില ചെറുപ്പക്കാരുണ്ട്. ഇല്ല, പാടില്ല. മൻ ഫല്ലല സൗജതുഹു അലാ ഉമ്മിഹി, ഉമ്മാനേക്കാൾ സ്വന്തം ഭാര്യയ്ക്ക് ഒരാൾ സ്ഥാനം കൽപ്പിച്ചാൽ, മാതാവിനേക്കാൾ ഉമ്മാക്ക് സ്ഥാനം കൽപ്പിച്ചു. മകനോട് ഉമ്മ പറഞ്ഞ് തൽക്കാലത്ത് ഇന്ന് എവിടെ നീ പോകണ്ട, നിന്റെ ഭാര്യ പറഞ്ഞ് ഇന്ന് പോയിക്കോളണോ. അവിടെ ഉമ്മയുടെ വാക്കിനെ പരിഗണിക്കാതെ സ്വന്തം ഭാര്യയുടെ വാക്ക് പരിഗണിച്ചുകൊണ്ട് ഉമ്മയേക്കാൾ സ്വന്തം ഭാര്യക്ക് സ്ഥാനമാനം കൊടുത്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവനുണ്ട്, മലക്കുകളുടെ ശാപം അവനുണ്ട്, ലോകത്തിലുള്ള സർവ്വചരാചര വസ്തുക്കളുടെയോ ശാപം അവനുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. മാതാവിനെ വെറുപ്പിക്കുന്നു, സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നു, ഇത് പാടില്ല. എന്നാ നേരെ തിരിച്ചും പറ്റൂല. അമ്മായിമ്മ പോരെ ചെറുപ്പത്തിലേക്ക് കേൾക്കുന്നതാണ് എന്ന് കരുതി അമ്മായിമാന്റെ പോര് ഉമ്മാനെ ബഹുമാനിക്കണം, പെണ്ണുങ്ങളോട് അത്ര സ്നേഹം ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്ന് കേൾക്കുമ്പോ കിട്ടീനൊക്കെ തല്ലാനുള്ള ചണ്ടല്ല നമ്മൾ പെണ്ണുങ്ങൾ. പിന്നെ നമ്മളിപ്പോ എന്താ ചെയ്യാ? വീട്ടിക്ക് കയറി ചെല്ലുമ്പോ ഭാര്യയും ഭയങ്കര വക്കാണോ, പിടിച്ചിട്ട് കിട്ടില്ല. ഭാര്യക്ക് ഉമ്മാനെ കുറിച്ച് കുറെ കംപ്ലൈന്റ്, ഉമ്മാക്ക് ഭാര്യയെ കുറിച്ച് കുറെ പറയാം. നമ്മളിപ്പോ എന്താ ചെയ്യാ? ഭാര്യന്റെ ഒപ്പം നിൽക്കും. ഭാര്യനെ തല്ലാനും പറ്റൂല, ചീത്തറാനും പറ്റൂല. എന്താ ചെയ്യാൻ? ഇതിന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? രണ്ടു ഭാഗത്തും കാര്യങ്ങൾ പൂർണ്ണമായി അന്വേഷിക്കണം. ഉമ്മ പറഞ്ഞ് കേട്ട ഉടനെ തന്നെ ഓളെ പെരടിക്ക് പോയി തല്ലാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, അനങ്ങിയ തല്ലിന് എത്ര ആൾക്കാർ. അങ്ങാടി തോറ്റതിന് അമ്മായിയോട് അല്ല, അടുക്കളയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുപ്പത്തിലെ കേൾക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. എന്ന പോലെ തന്നെ നിന്റെ കൂടെയുള്ള കൂട്ടുകാരൻ വിഷമിച്ച കേട് തീർക്കുന്നത് ആരോടാ? ഓളോട്. സുബ്ഹാനല്ലാഹ്, പാടില്ല. നമ്മുടെ ഭാര്യമാരെ തല്ലാനുള്ളവരല്ല പറഞ്ഞു. അവർ വളരെ ബലഹീനരാണ്. അവർ കുഞ്ഞുങ്ങളുടെ മനസ്സാണ്, അവർക്ക് ചെറിയ പിള്ളാരുടെ മനസ്സ്. അതുകൊണ്ടാണ് എപ്പോ നോക്കിയാൽ അവർക്ക് വാശിയാ. നിങ്ങൾ കൊണ്ടുകൊടുത്ത പർദ്ദ അവൾക്ക് പറ്റിയില്ല. പേരിൽ ഒരാൾ മരിച്ചാൽ ഓള ചിന്ത കൊടുക്ക, ആ പർദ്ദ മക്കാക്കാരൻ മരിച്ചോടുത്ത് പോകാൻ വേണ്ടി ഒരു പർദ്ദട്ട, ആ പർദ്ദ മയ്യത്ത് കണ്ടോണ്ടിരിക്കുമ്പോ ഓള നോട്ട് കൊടുക്ക. പർദ്ദന്റെ കൊത്തും പുള്ളിയും പോരല്ലോ, കാരണം ഐറ്റങ്ങൾക്ക് ആദ്യം അറിയുള്ളൂ. അത്രയും പാവങ്ങൾ. നിങ്ങൾ ഇന്നിപ്പോ സ്വന്തം പോയി സത്യം തന്നെ പറഞ്ഞാൽ ഓള് പറയും ഇത് നമ്മളെ സോപ്പിടാൻ വേണ്ടി കള്ളം പറയല്ലേ. ഇതിന്റെ കാരണക്കാർ നിങ്ങൾ തന്നെ, നിങ്ങളോട് സ്വകാര്യമായിട്ട് പറയണ്ടേ. എത്ര നമുക്ക് കാരണം പറയാം. ഒരു ഉദാഹരണത്തിന് പറയാം, നമ്മൾ നല്ലൊരു പർദ്ദ വാങ്ങും, എത്ര റുപ്യ വില? ഇടക്കിടക്ക് വാങ്ങിക്കൊടുക്കണം, അപ്പോഴല്ലേ എന്റെ വിലയൊക്കെ അറിയുള്ളൂ. 1000 ഒക്കെ ചെറിയ സാധനല്ലേ, നമുക്കൊരു 300 റുപ്യന്റെ കൂട്ടും. ഒരു 300 റുപ്യന്റെ പർദ്ദ നമ്മള് കോഴിക്കോട് അങ്ങാടി പോയപ്പോ കണ്ടു. തൂക്കി വെക്കുക, ഇഷ്ടമുള്ള എടുക്കുക, ഏതെടുത്താലും 300 എന്ന ഒരു പർദ്ദ നമ്മൾ വാങ്ങാം. ജസ്റ്റ് വാങ്ങിയിട്ട് നല്ല ഒരു കീസ് അടുത്ത ടെക്സൈസ് പോയിട്ട് അതും വാങ്ങാം. ഫ്രീ ആയിട്ട് കിട്ടുന്ന കീസ് ഉണ്ടാവും. എന്നിട്ട് അതിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഓളോട് പോയി പലത് കണ്ടത് അന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം വാങ്ങിയതാണ്. ചില്ലറ വില 1000ന്റെ അടുത്ത് ഉറുപ്പുണ്ട്. കാരണം 300 അടുത്ത് തന്നെയാണ് ഒന്നിനെ കൊള്ള നോക്കുകയാണെങ്കിൽ. അപ്പൊ ആ കോലത്തിൽ ഓളോട് പറയാ, ജയതോട് വാങ്ങിക്കൊണ്ടിരുന്ന എന്നോടുള്ള സ്നേഹം കൊണ്ടെന്ന് ഓളോടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഓള് മനസ്സിലാക്കും, ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയതിന്റെ പേരിൽ ഞാൻ അല്ലാഹു തആലക്ക് 1000 കൊല്ലം തപസ്സിരിക്കേണ്ടി വരും. മീഡിയം വിലക്ക് വാങ്ങിയത് കുറച്ചും കൊണ്ട് ക്വാളിറ്റി കൂട്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവന്റെ മനസ്സിന് സന്തോഷമുണ്ടാകുമോ? എന്നാൽ നമുക്കത് അനുവദനീയമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹാമിദിൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എന്ത് കണ്ടാലും ചീത്ത പറയേണ്ടവരല്ല ഭാര്യമാർ, എന്തു കണ്ടാലും വക്കാണം കൂടേണ്ടവരല്ല ഭാര്യമാർ, നിന്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾക്ക് മുഴുവനും പരിചാരേണ്ടവരല്ല ഭാര്യമാർ, അവര് പാവങ്ങളാണ്. ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി
നിബിതങ്ങള് പറഞ്ഞില്ലേ, പരിശുദ്ധമായ ഹബീബായ നിബിതങ്ങള് വഫാത്തോട് അനുബന്ധമായി കിടക്കുമ്പോ മഹാന്മാരായ സ്വഹാബത്തുകളെ ഒരുമിച്ച് കൂട്ടിയ നിബിതങ്ങളുടെ വസിയ്യത്ത് എന്താ? നിങ്ങൾ പരിപൂർണമായി നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിങ്ങളെ കളാക്കരുതെന്ന് പറഞ്ഞ ഹബീബായ നിബിതങ്ങളെ രണ്ടാമത് കൊടുക്കുന്ന വസിയ്യത്ത് എന്താ? അല്ലാഹ അല്ലാഹ ഫിന്നിസാ, നിങ്ങൾ നിങ്ങളെ ഭാര്യമാരെ പ്രത്യേകം സൂക്ഷിച്ചോളണോ, ഭാര്യമാരെ കാര്യത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്തോളണോ. ഫഇന്നഹുന്ന അവാനു ഫീ അയ്ദീകോ, അത് നിങ്ങളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട അമാനത്ത് സ്വത്താണ് സ്വഹേബ. അതുകൊണ്ട് നിങ്ങളെ ഭാര്യമാരെ കഷ്ടപ്പെടുത്തരുത്, അവരെ നിങ്ങൾ ആക്രമിക്കരുത്, അവരെ നിങ്ങൾ ചീത്ത പറയരുത്, അവരോട് നിങ്ങൾ പിണങ്ങരുത്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഞങ്ങാനും പിണങ്ങേണ്ട അവസ്ഥയുണ്ടെങ്കിൽ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, അത് സ്വന്തം റൂമിൽ വെച്ചിട്ട് മാത്രമേ പിണങ്ങാൻ പറ്റുള്ളൂ. നീ പിണങ്ങിയ ആ ഒരു കാര്യം നാട്ടുകാരറിയാൻ പാടില്ല. ഞാൻ എന്റെ കെട്ടിയോളോട് പിണക്കമാണെന്ന വർത്തമാനം നീ നിന്റെ കൂടെയുള്ളവളോട് പറയാൻ പാടില്ല. കല്യാണത്തിന് പോയി രണ്ടാളോ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ പിണക്കം നടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നടക്കുമ്പോ ആരായാലെന്ന് സംശയിക്കും. അതെന്താ മുണ്ടാണ്ട് നടക്കുന്നത് തെറ്റാണോ? അങ്ങനെ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന രൂപത്തില് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രകടമാകുന്ന പിണക്കമുണ്ടാകാൻ പാടില്ല. പിണക്കമുണ്ടെങ്കിൽ കിടക്കുന്ന കിടപ്പറയിലാണ് ആ പിണക്കം പ്രകടിപ്പിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു. ഇത്രയും കൂടെ സൂക്ഷിക്കേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ ഭാര്യമാർ. നിങ്ങൾക്ക് തോന്നും അവര് നമുക്ക് അലക്കി തരാനുള്ള ഒരു വാഷിംഗ് മെഷീനാണ്. സുബ്ഹാനല്ലാഹ്. അലക്കിയിട്ട് അലക്കല് ശരിയായില്ലെങ്കിൽ കൊട്ടുവള തലക്ക്. പാടില്ല. നമ്മുടെ ഭാര്യമാര് നമുക്ക് വസ്ത്രം അലക്കി കൊടുത്തരില്ലെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു ഭാര്യക്കും നമ്മുടെ വസ്ത്രം അലക്കി തരാൻ നിർബന്ധമല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ പിന്നെ തേക്കണ കാര്യം പറയണം, തീരെ നിർബന്ധമല്ല. അവര് അലക്കിത്തരുന്ന വസ്ത്രത്തിന് കൂലി ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കണമെന്ന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ജുമാക്കിരിക്കണ്ടീന് അന്ന് നീച്ചു പോയിട്ടല്ലേ. ജുമാക്ക് നിങ്ങൾക്ക് ഒന്ന് ഇരിക്കാൻ സമയമല്ലേ, ഇതെന്നെ ഞങ്ങൾക്ക് പറ്റിയ പണി. നിങ്ങൾ നാളെ തുടങ്ങുമ്പോ ബാക്ക് ഇട്ട് കൊടുക്കുമ്പോ നിങ്ങൾ പോയി പണിയാക്കി കാണിയെന്നാണ്. നിങ്ങളെ പെണ്ണുങ്ങളല്ലോ, ഇവിടുത്തെ പെണ്ണുങ്ങൾ സ്വാലിഹ്യങ്ങളായി, ഇതൊന്നും നിങ്ങൾ ബേജാറാക്കണ്ട. ഒരു ഭാര്യ അലക്കിത്തരൽ നിർബന്ധമല്ല, തേജ് തരാൻ നിർബന്ധമല്ല. കൂലി ചോദിക്കുകയാണെങ്കിൽ ചോദിച്ച കൂലി കൊടുക്കൽ നിർബന്ധമാണ്. അങ്ങനെയൊക്കെയാണ് നമ്മളെ പെണ്ണുങ്ങന്മാര് കോടീശ്വരികളോ പിടിച്ചാ കിട്ടൂലെ. അല്ലാഹു തആല നമ്മളെ ഉമ്മമാർക്ക് പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയുന്നു, ഇതിങ്ങ കേൾക്കുമ്പോഴേക്ക് നാളെ പെണ്ണുങ്ങന്മാര് സുബ്ഹാനല്ലാഹ് പൈസ രാതഞ്ഞ് പണിയെടുക്കൂല എന്നും പറഞ്ഞ് ഹർത്താൽ ആചരിക്കരുത്. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഭാര്യമാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ചെറിയ പിഴവുകൾ, ആ പിഴവുകളുടെ പേരിൽ അവരെ നിങ്ങൾ പഴിചാരരുത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത്, അവിടുത്തെ ഖിലാഫത്തിന്റെ നേരത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറയുന്നു, എന്തേ അദ്ദേഹത്തിന് വിഷമമാണ്, തന്റെ ഭാര്യ എന്നെ വല്ലാതെ ചീത്ത പറയുന്നുണ്ട്, ഇതിനൊരു പരിഹാരം ഉമർ തങ്ങളെ കാണിച്ചു തരുമല്ലോ എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഉമർ തങ്ങൾ അടുക്കലേക്ക് എത്തിയപ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വല്ലാത്ത ചീത്ത കേൾക്കുന്നു. ആരാ ചീത്ത പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഭാര്യയാണ് അദ്ദേഹത്തെ ചീത്ത പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അയാള് കുറെ സമാധാനപ്പെട്ടു. ഇത്രയും കൂടുതൽ ചീത്ത എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇങ്ങനത്തെ ഉമറിന്റെ അടുക്കലാണോ ഞാൻ കംപ്ലൈന്റ് പറയാൻ വരുന്നതെന്ന് മനസ്സിലാക്കി ഈ ചെറുപ്പക്കാരൻ തിരിച്ചു പോകുമ്പോ ഇദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു മഹാനായ ഉമർ തങ്ങള്. എന്നിട്ട് ചോദിച്ചു, മനുഷ്യ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടോ? നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ഭാര്യയുണ്ട്, എന്നാലും വളരെ സന്തോഷമുള്ള ജീവിതമാണ്. നിങ്ങളെ ഭാര്യയെ പോലെയല്ല, എന്റെ
എന്റെ ഭാര്യ ചീത്ത പറയാറുണ്ട്, അതിനൊരു പരിഹാരം നിങ്ങളും ആ പെണ്ണിന് കൊടുക്കണമെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ അടുക്കൽ അന്യായം പറയാമെന്നതാ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞു. ഞാൻ അതിനാ ബന്ധിനു. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ അതിന്റെ വലിയ ഗുലുമാൽ നിങ്ങളെ സ്വന്തം വരും. പിന്നെ എനിക്കൊന്നും പറയണമെന്നില്ല, അത് ഞാനൊരു വിഷയമേ ആക്കുന്നില്ല. ഓ ഉമർ തങ്ങളെ, ഇത്രയും കൂടുതൽ ചീത്ത പറഞ്ഞിട്ട് എന്തേ നിങ്ങളൊന്നും തിരിച്ചു പറയാത്തതെന്ന് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, പാടില്ല, ചീത്ത പറയാൻ പാടില്ല. അവനല്ലേ എന്നെ നരകത്തിൽ നിന്ന് കാക്കുന്നത്. എന്റെ ശരീരത്തിന്റെ വികാരങ്ങളടക്കം എന്നെ കാക്കുന്നത് എന്റെ ഭാര്യയാണല്ലോ. ഞാൻ വീട് വിട്ടിറങ്ങിയാൽ എന്റെ സമ്പത്തിനെ സംരക്ഷിക്കുന്നത് എന്റെ ഭാര്യയാണല്ലോ. എന്റെ ജീവിതത്തിലേക്ക് പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങളാകുന്ന മക്കള് വന്നപ്പോ ആ മക്കൾക്കുള്ള അനുഗ്രഹത്തിന്റെ കവാടം തുറക്കുകയോ അവർക്കുള്ള ഓരോ വിഷയങ്ങളും നടത്തി പോരുന്നത് എന്റെ സ്വന്തം ഭാര്യയാണല്ലോ. അവൾ എന്നെ സംരക്ഷിക്കുന്ന പെണ്ണ, എന്നെ നരകത്തിൽ നിന്ന് കാക്കുന്ന പെണ്ണ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന പെണ്ണ. അതുകൊണ്ട് ഞാൻ ആ പെണ്ണിനെ ചീത്ത പറയാനില്ല, പഴിചാരാനില്ല, അടിക്കാനില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വചനവാചകമാ ഞാൻ പറഞ്ഞത്. എന്നാൽ ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ ഹബീബായ നബി തങ്ങൾ എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. ഓ എന്റെ ചെറുപ്പക്കാരാ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട വാക്ക്. അന ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ തലാത്ത്. ഈ ദുനിയാവിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാ. ഒന്ന് വഖുറത്തു ഐനി ഫിസ്സലാ. നിസ്കാരത്തിലേക്ക് കടക്കുമ്പോ നിഷ്കളങ്കതയോടുകൂടിയുള്ള കൺകുളിർക്കയുള്ള 2 റക്അത്ത് നിസ്കാരം എന്നത് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാ. രണ്ടാമത് അത്വീബോ, നല്ല നല്ല സുഗന്ധമാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടെ, അത്തർ പുരുഷന്മാർക്ക് സുന്നത്താണ്, സ്ത്രീകൾക്കും സുന്നത്താണ്. പക്ഷേ പെണ്ണിന്റെയും ആണിന്റെയും അത്തറിന്റെ ഇടയിൽ വ്യത്യാസമുണ്ട്. കേട്ടോളിട്ട് ഇത് പൗതി കേട്ടിട്ട് നാളുള്ള അത്തർ മുഴുവനും പൂശിട്ട് നമ്മളെ സദസ്സിക്ക് വരാൻ നിൽക്കണ്ട. ആണുങ്ങളെ അത്തറും പെണ്ണിന്റെ അത്തറും പുരട്ടേൻ തന്നെ ഇസ്ലാമികമായി ചില നിബന്ധനകളുണ്ട്. ആണിന്റെ ഏറ്റവും നല്ല അത്തർ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറയുന്നു, നല്ല വാസനയും കളറ് കുറഞ്ഞതുമായിരിക്കും. കട്ടൻ ചായന്റെ കളറൊക്കെ ഉള്ളതാണ് അതൊന്നും പറ്റില്ല. കളറ് കുറവ്, നല്ല വാസന. നമ്മളിത് ഇവിടെ കണ്ടു വെച്ച് കഴിഞ്ഞാൽ ഒന്നായിട്ട് അതൊന്നും പുരുഷന്മാർക്ക് യോജിച്ചതല്ല. അത്തറുകളിൽ നിന്ന് പുരുഷന്മാർക്ക് ഏറ്റവും നല്ല അത്തറ് വാസന കൂടുകയും നിറം കുറയുകയും ചെയ്തതായിരിക്കണം. സ്ത്രീകളുടെ അത്തറോ അവർക്ക് വാസന കുറയുകയും നിറം കൂടുകയും വേണം. കൂടുതൽ വാസന ഉണ്ടാവാൻ പാടില്ല സ്ത്രീകൾ ഉപയോഗിക്കുന്ന അത്തറിന്. ഓ എന്റെ ഉമ്മമാരെ, ഞാൻ വിഷയത്തിലേക്ക് പിന്നീട് വരുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ ജീവിതത്തോട് കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ കാര്യോ അത്തീബോ, സുഗന്ധമാ. മൂന്നാമത് ഹബീബായ നബി തങ്ങൾ പറയുകയാ അന്നിസാ. അല്ലാഹു തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എന്റെ ഭാര്യമാരുണ്ടല്ലോ, ആ ഭാര്യമാരാ ദുനിയാവിൽ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് റസൂലുള്ളാഹ്. ത്വഹാ
മുഹമ്മദുർ റസൂലുള്ളാഹി അഥവാ നബി തങ്ങൾ ഇഷ്ടപ്പെടുന്ന ദുനിയാവിലെ 3 കാര്യങ്ങൾ എണ്ണി പറയുമ്പോ അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തത് സ്വന്തം ഭാര്യമാർക്കാണ്. ഇത്രയും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട ഒരു വിഭാഗമാണ്. എന്നാൽ ഒരു കാര്യം പറയട്ടെ എന്റെ ചെറുപ്പക്കാരാ, നമ്മുടെ ഭാര്യമാരോട് ചില കടമകളുണ്ട്. നിങ്ങൾ ഇങ്ങനെ വയല് കേൾക്കാറുണ്ട്, ചില സ്ത്രീകൾ നരകത്തിലാണ്. ആ പെണ്ണ് ഭർത്താവിനെ സംരക്ഷിക്കാത്തവളാണ്, ഭർത്താവ് പറഞ്ഞത് കേൾക്കാത്തവണ്ണ് നരകത്തിലാണ്. ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ചില സമാധാനം ഉണ്ടാവാറുണ്ടെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ ഒരു പെണ്ണ് കടന്നു വന്നാൽ ആ പെണ്ണിനോട് നമ്മൾ ചെയ്യേണ്ട ചില കടമകളുണ്ട്. ഞാനൊന്ന് ഉണർത്തിക്കോട്ടെയോ? അല്ലാഹുവേ, സർവ കടമകളും കടപ്പാടുകളും പൂർണ്ണമായി വീട്ടിനിന്റെ പൊരുത്തം കരഗതമാക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അറിയാതെ പറ്റിപ്പോയ പാകപ്പിഴവുകളോ ഞങ്ങൾക്ക് നീ പരിഹരിച്ച് നൽകണേ അല്ലാ. ഹഖ്ഖുൽ മർഅതി അല സൗജി ഹംസ. ഒരു ഭാര്യയോട് ഭർത്താവ് ചെയ്യേണ്ട 5 കടമകളുണ്ട്. 5 കടമകൾ ഒരു ഭാര്യയെ ജീവിതത്തിലേക്ക് കിട്ടിയാൽ പെണ്ണങ്ങ് കെട്ടിക്കൂടിയാ പോരാ. 1 അല്ല 2 അല്ല 3 നമുക്ക് കെട്ടാമെന്ന ധൈര്യമുണ്ട്. കെട്ടൽ വലിയ എളുപ്പമാണ്, ആ പെണ്ണിനെ സംരക്ഷിക്കൽ വല്ല പാടുള്ള കാര്യമാണ്. അല്ലാഹു തആല നമ്മുടെ ഭാര്യമാരുടെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. ഭാര്യയോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ ഏതാണ്? അല്ലാ യുഖ്രിജഹാ മിൻ വറാഇ സിദ്രിൻ വലാ യദഅഹാ ഫഇന്നഹാ ഔറാ. നിന്റെ ഭാര്യയെ മറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പാടില്ല. പെണ്ണിന്റെ ഔറത്ത് പുറത്ത് കാണിക്കുന്ന കോലത്തില് അവൾക്ക് നീ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് വീട്ടിലുണ്ട്, ആ വീടിന്റെ പരിസരത്തിലൂടെ മീൻ കച്ചവടക്കാര് വന്നാൽ അവിടെ മീൻ വാങ്ങാൻ പോകുന്നതാരാ? നമ്മള് കാലുമക്കാലും കയറ്റി വെച്ച് അവിടെ ചാരുകസേരയിൽ ഇരിക്കുമ്പോ മീൻകാരന്റെ അടുക്കലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞത്, ഓ എന്റെ ഉപ്പാ, ലജ്ജയില്ലാത്ത നമ്മളല്ലയോ? ഒരു പണി നമുക്കില്ല, പക്ഷേ മീൻകാരന്റെ മുമ്പിൽ മീൻ വാങ്ങാൻ പോയി പറഞ്ഞേക്കുന്നത്, മീൻകാരന്റെ മുമ്പിലേക്ക് പറഞ്ഞു വിടുന്നത് നമ്മുടെ ഭാര്യമാരെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാതാവിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മകളെയാണ്, പെങ്ങളെയാ. മറയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു ഭർത്താവും മുതിരരുത് കേട്ടോ. അവിടെ ഔറത്ത് മറക്കാതെ സുബ്ഹാനല്ലാഹ്, M80 മുകളില് മീൻ പെട്ടി കെട്ടിവെച്ചതുപോലെ ബൈക്കിന്റെ ബാക്കിൽ കെട്ടിവെച്ച് ഭാര്യയെ ചെത്തിപ്പൊളിക്കാൻ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരില്ലയോ? അതേ ഔറത്ത് മറക്കുന്ന വസ്ത്രം ധരിക്കാൻ വിസമ്മതിക്കുന്ന പെണ്ണാണെങ്കിൽ, ഓ നട്ടലില്ലാത്ത ചെറുപ്പക്കാരാ, അങ്ങനത്തെ ഒരു പെണ്ണിനിന്റെ ജീവിതത്തിന് വേണ്ട. അവളെ ഔറത്ത് സംരക്ഷിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കേണ്ടത് നീയാണ്. ആ പെണ്ണിനെ മറയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരാൻ പാടില്ല. ഏറ്റവും കൂടുതൽ പെണ്ണിനെ പുറത്തിറക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാ അറിയോ? എപ്പോഴാ? പിരിവാരി വരുമ്പോ. പിരിവാരി വരികയാണെങ്കിൽ എന്ത് ചെയ്യാ? ഇവിടുത്തെ നാട്ടുകാരല്ലോ, നിങ്ങളല്ലോ, നിങ്ങളല്ലേ എനിക്കൊന്ന് പോണ്ടതാ, നിങ്ങളല്ല. ഏറ്റവും കൂടുതൽ പെണ്ണിനെ പുറത്തിറക്കുന്ന സമയം എപ്പോഴാ? ആ റസീറ്റ് ആരെയും കയറി വരുമ്പോ, അമീന ഇവിടെ ആരുമില്ലാന്നാണ് പറഞ്ഞ, ഓർവിടില്ലാന്നാണ് പറഞ്ഞ. അവിടെ ഓള് വന്നിട്ടുണ്ട് ഒരു പാർച്ചില്, ഓ ഇവിടെ ആരുമില്ല, ഇവിടെ ആരും. കളവല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾക്ക് വന്നൊന്നു പറഞ്ഞുകൂടെയോ? അങ്ങനെ തരില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആക്രമിക്കാൻ ആ പിരിവുകാരൻ വരില്ല. പക്ഷേ ഇവിടെ കളവ് പറയാൻ പ്രേരിപ്പിക്കുന്നത് പുരുഷാ, നീയാണ്. അതിനുവേണ്ടി പുറത്തേക്ക് ഇറക്കുന്നത് നീയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ മീൻകാരന്റെ മുമ്പിൽ മീൻ കച്ചവടം മാത്രമല്ല നടക്കുന്നത്,
സുബ്ഹാനല്ലാഹ്, പല ബിസിനസിന്റെ ആളുകളോ വീട് വീണ്ടാതരം കേറിയിറങ്ങുന്ന ചില ആളുകളുണ്ട്. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, അവരെ കൈകളിൽ മീൻ കച്ചവടത്തിന്റെ പുറമേ, പച്ചക്കറി കച്ചവടത്തിന്റെ പുറമേ, മറ്റു പഴവർഗ്ഗങ്ങൾക്ക് പുറമേ സുബ്ഹാനല്ലാഹ് നീല ചിത്രങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡുകളും കച്ചവടം നടത്തുന്നുണ്ട് കേട്ടോ. അല്ലാഹു തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാര് അറിയാതെ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഇതിനുള്ള സാഹചര്യം പുരുഷന്മാരെ നമ്മൾ ചെയ്യാൻ പാടില്ല. അതൊരു ഭാര്യയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടമയാണ്. അല്ലാ യുഖ്രിജഹാ മിൻ വറാഇ സദ്രിൻ വലാ യദഉഹാ ഫഇന്നഹാ ഔറാ. പെണ്ണിനെ പുറത്തേക്ക് വിളിക്കാൻ പാടില്ല. ഈ പെണ്ണിനെ പഠിക്കൽ നിർബന്ധമായ വിജ്ഞാനങ്ങളോ, അതെ ഹൈദിന്റെ മസായിലുകള്, നിഫാസിന്റെ മസായിലുകള്, നിസ്കാരത്തിന്റെ മസലകള്, നോമ്പിന്റെ പഠനാർഹമായ വിഷയങ്ങളോ, അവളെ ജീവിതത്തിൽ പുലർത്തേണ്ട ഇസ്ലാമിന്റെ മര്യാദകളോ, ഇതെല്ലാം പഠിപ്പിക്കേണ്ടത് ഭർത്താക്കന്മാരാണ്. അവൾക്ക് പഠിപ്പിക്കേണ്ട ഇൽമുകൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഭർത്താക്കന്മാര് ചെയ്തു കൊടുത്തേ പറ്റൂ. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മൂന്നാമത് അയ്യുതുഇമഹാ മിനൽ ഹലാൽ, അതേ ഹലാലായ സമ്പത്തല്ലാതെ നമ്മുടെ ഭാര്യയുടെ വായിലേക്ക് വെച്ച് കൊടുക്കരുത്. ഹറാമായ ഭക്ഷണം തീറ്റിക്കരുത്. അതേ അയ്യുതുഇമഹാ മിനൽ ഹലാലി വഅല്ലാ യുദ്രിമഹാ ഫഇന്നഹാ അമാനത്തുൻ ഇൻദഹു. ഒരു ഭാര്യയെയും ആക്രമിക്കാൻ മുതിരരുത്, അവരെ അടിക്കാൻ തുനിയരുത്, അവരെ ചീത്ത പറയാൻ തുനിയരുത്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടെ ഒരു പ്രശ്നമുണ്ടായ സംഭവം മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ആയിഷയും റസൂലുള്ളാഹിയും കശപശ കൂടുകയാ, രണ്ടുപേരും തർക്കം കൂടുകയാ. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ഒന്നിരിക്കൽ നീ പറയണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊള്ളാം. നമ്മൾ രണ്ടുപേരും ഒരേ സമയത്ത് പറഞ്ഞാൽ കാര്യത്തിന് തീരുമാനമാകില്ലല്ലോ. ഇതിന് തീരുമാനം കാണണമെങ്കിലോ ഞാൻ പറയുമ്പോ ആയിഷ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ? നിങ്ങൾ പറയുമ്പോ ഞാനും മിണ്ടാതിരിക്കാ. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് വിധങ്ങൾ പറഞ്ഞതാ, ആയിഷ നിങ്ങളൊന്നും മിണ്ടാണ്ടിരി, നിങ്ങൾ കുറച്ചു നേരം പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. നമ്മളും പറങ്ങനൊക്കെ നമ്മൾ പറഞ്ഞ ശൈലിയാണ്. ഒന്നിരിക്കച്ച് ചേർക്കുക, അല്ലെങ്കിൽ ഞാൻ ചേർക്കുന്ന അപ്പോൾ പറയാലൊക്കെ ഉണ്ട്, നമ്മൾ വർത്താനം കുറച്ച് കൂടി പോകും. അങ്ങനെയല്ല റസൂലുള്ള പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആയിഷ നിങ്ങളൊന്ന് പറയുക, ഞാൻ കേട്ടുകൊള്ളുക, അല്ലെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ കേട്ടുകൊള്ളുക എന്ന മാന്യമായ സംസാരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറയുമ്പോ, ആയിഷയും പെണ്ണല്ലയോ, ആയിഷയുടെ മനസ്സും ദൗർബല്യമുള്ള മനസ്സല്ലയോ. അതുകൊണ്ട് തന്നെ നബി തങ്ങളോട് ആയിഷ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങൾ വല്ല പ്രവാചകനല്ലയോ, നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതനല്ലയോ, നിങ്ങൾ സത്യമല്ലാതെ പറയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞോടി, ഞാനൊന്നും പറയുന്നില്ല. ഭർത്താക്കന്മാര് മുസ്ലിയാരാണെങ്കിൽ, നല്ല വയതുവരുടെ മൂല്യരെ ഭാര്യയാണെങ്കിൽ, അല്ലെങ്കിലോ ഖതീബിന്റെ ഭാര്യയാണെങ്കിൽ, അവർ തമ്മിൽ കുശപിശി ഉണ്ടാകുമ്പോ പെണ്ണ് പറയുന്ന ഒരു വാക്ക്, നിങ്ങൾ വലിയ മൂല്യർ ചെല്ലുന്ന നിങ്ങൾ എന്നെ ചെയ്തോടി എന്ന് പറയുന്നത് പോലെ അനുഭവം ഉണ്ടായിട്ടല്ലേ ഞാൻ ഈ പറയുന്നത്. ഇത് സാധാരണ നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്നതാണ്. എഞ്ചിനീയർ
എഞ്ചിനീയറുടെ ഭാര്യ പറയും നിങ്ങൾ വലിയ എഞ്ചിനീയർ അല്ലേ, അങ്ങോട്ട് പറഞ്ഞു കൂട്ടിനാ. ഡോക്ടർ ആണെങ്കിൽ ഡോക്ടറെ തള്ളിപ്പറഞ്ഞ് പെണ്ണ് പറയാറില്ലയോ? എന്നതുപോലെ തന്നെ ലോകത്തിലുള്ള സർവ്വചരാചര വസ്തുക്കൾക്കും കാരുണ്യത്തിന്റെ കടലേ മുഹമ്മദ് റസൂലുള്ളാഹ്. നബി തങ്ങളോട് ആയിഷയാകുന്ന ഭാര്യ പറയുകയാ, അല്ലാഹുവിന്റെ തിരുദൂതരേ, നിങ്ങളല്ലേ പ്രവാചകനാ, നിങ്ങൾ സത്യമല്ലാതെ പറയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളങ്ങ് പറഞ്ഞേരി, ഞാനൊന്നും പറയുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വായിട്ടടിക്കുന്ന ആയിഷയുടെ വാക്ക് കേട്ട മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ തങ്ങൾക്ക് ഇത് പിടിക്കില്ല. കാരണം റസൂലുള്ളാഹി തങ്ങൾക്ക് ശബ്ദമുയർത്തിയ, റസൂലുള്ളാഹിക്കെതിരെ ശബ്ദമുയർത്തിയ ഒരാളെയും ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ വെറുതെ വിടില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷയാകുന്ന പൊന്നുമോളെ വായിൽ നിന്ന് ഭർത്താവാകുന്ന ഹബീബിനോട് പറയുന്ന തർക്കുത്തരം കേട്ടപ്പോ മഹാനായ അബൂബക്കർ തങ്ങൾക്ക് സഹിച്ചില്ലല്ലോ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഫാത്തിമയുടെ അടുക്കലേക്ക് ചെന്നു. ഫലതമ വജ്ഹാ, ആയിഷയുടെ മുഖത്ത് നോക്കി ആയിഷ ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങള് അടിവെച്ചു കൊടുത്തു. ആയിഷയുടെ മുഖത്തടിക്കുന്നത് ഹബീബായ നബി തങ്ങളല്ല, ആയിഷയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. ആ അബൂബക്കർ തങ്ങൾ ആയിഷയുടെ മുഖത്തടിച്ചപ്പോ ഹത്താ ദമാഫുഹാ, ആ അടിയുടെ ആഘാതം കൊണ്ട് ആയിഷയുടെ വായിൽ നിന്ന് രക്തമൊലിച്ചു. മഹാരഥന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസല്ലയോ, അവരെ ചരിത്രമല്ലയോ. ആയിഷക്ക് അടി കിട്ടിയപ്പോ ഹബീബായ നബി തങ്ങളെ പൊന്നുഭാര്യ റസൂലുള്ളാഹിന്റെ പിന്നാമ്പുറത്ത് ചെന്നുപോയി. എന്നിട്ട് തേങ്ങിക്കരയുള്ളൂ. അതേ കുഞ്ഞുപിള്ള ഉമ്മയുടെ മടിയിലേക്ക് ചാഞ്ഞു കിടക്കുന്നത് പോലെ, അതല്ലെങ്കിലോ വലിയ വലിയ പക്ഷികളുടെ കൈകുഞ്ഞുങ്ങളോ ആ ഉമ്മയുടെ ചിറകയിലേക്ക്, ആ പക്ഷികളുടെ ചിറകിനുള്ളിലേക്ക് കയറി ചെല്ലുന്നത് പോലെ അഭയം പ്രാപിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് ആയിഷ കയറി വന്നു. അതേ റസൂലുള്ളാഹിന്റെ ബാക്കിൽ വന്നുകൊണ്ട് പൊട്ടിക്കരയുകയാ, തേങ്ങലടിക്കുകയാ. ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് ഇത് സഹിച്ചില്ല. അബൂബക്കർ തങ്ങളോട് പറഞ്ഞു, ഓ എന്റെ അബൂബക്കറേ, ആയിഷ നിങ്ങളുടെ മകളായിരിക്കാം, നിങ്ങളെ മകളാണെങ്കിലും ഇന്നെന്റെ ആയിഷ എന്റെ ഭാര്യയാണോ, അതുകൊണ്ട് തന്നെ ലം നുരിദ് മിൻക ഹാദാ, ഇത് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഇങ്ങനെ അടിക്കാൻ നിങ്ങളെ ഞാൻ വിളിച്ചിട്ടില്ല, നിങ്ങൾ എന്റെ ഭാര്യയെ അടിച്ചത് ശരിയായില്ല. സ്വന്തം പിതാവിനോട് കയർക്കുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാണെങ്കിലോ പോരാ, അതുപോലെ നമ്മളെ വക രണ്ടെണ്ണം കൂടി ഇറക്കുന്നേ പാടില്ല. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉമ്മയെയോ നമ്മുടെ സ്വന്തം ഭാര്യയെയോ നമ്മുടെ പെങ്ങന്മാരോ അവരെല്ലാം സ്ത്രീവർഗമാണ്, പാവപ്പെട്ടവരാണ്. അല്ലാഹു തആല അവരെയെല്ലാം നന്നാക്കി തരുമാറാകട്ടെ. എന്തേ നന്നാക്കണ്ടേ എന്ന് പറഞ്ഞോണ്ട് അതിന്റെ ആമീനോട് പറയുമ്പോൾ നന്നാക്കാനുള്ള പരിശ്രമം നടക്കുമ്പോൾ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്ന ഒരു പെണ്ണും നിന്റെ ജീവിതത്തിൽ വരില്ല. പൂർണ്ണമായി നിന്നെ തൃപ്തിപ്പെടുത്താൻ ഒരു ഭർത്താവും ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ വരില്ല. കാമിലായ ഒരു ഇൻസാൻ ഉണ്ടെങ്കിൽ അത് ഹബീബായ നബി തങ്ങൾ മാത്രമാ. പരിപൂർണതയുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതേ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലയോ,
നിന്റെ ഭാര്യയുടെ പോരായ്മകൾ നീ ചിക്കിക്കൊത്തി പരിശോധന നടത്തുന്നല്ലോ, നിന്റെ ഭർത്താവിന്റെ പോരായ്മകൾ ഓരോന്നും നീ അന്വേഷണം നടത്തുന്നല്ലോ. ഇങ്ങനെ പരസ്പരം മറ്റൊരുത്തന്റെ പോരായ്മകൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നിന്റെ പോരായ്മയൊന്ന് മനസ്സിലാക്കി കൂടയോ? എന്നിട്ടോ ബഹുമാനപ്പെട്ടവര് പറയുന്നു, കുല്ലി മിനന്നാസി മിൻ ഐബില്ലഹു സലിമാ, എല്ലാ പോരായ്മയിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല ഇല്ല, ഭൂലോകത്തില്ല, ഇക്കാലം അത്രയും ഒരാളും വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹ് ങ്ങളല്ലാതെ ഒരാളും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പെണ്ണിൽ നിന്ന് പിഴവുകൾ ഉണ്ടാവും, ഭർത്താവിൽ നിന്ന് പെണ്ണിനും പിഴവുകൾ കണ്ടെന്ന് വന്നേക്കും. ഇങ്ങനെ വരുമ്പോ പരസ്പരം ക്ഷമ കൈക്കൊള്ളലാണ് മുഅ്മിനിന്റെ സ്വഭാവമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് നബി തങ്ങൾ പറഞ്ഞു, മൻ സ്വബറ അലാ സൂഇ ഖുലിഖി ഇംറഅതിഹി, ഏതെങ്കിലും ഒരു ദുസ്വഭാവിയായ ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ പേരിൽ, ഒരു സ്വഭാവ ഗുണമില്ലാത്ത പെണ്ണിന്റെ ദുസ്വഭാവത്തിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ ഒരു മുഅ്മിനായ ഭർത്താവ് ക്ഷമിച്ചാൽ അല്ലാഹു തആല ആ പുരുഷന് നൽകുന്നുണ്ട് മിഥില അജ്രി. അതേ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു എത്രയാണോ പ്രതിഫലം കൊടുത്തത് അതിനോട് തുല്യമായ പ്രതിഫലോ ഈ പെണ്ണിന്റെ ദുസ്വഭാവത്തിന്റെ ക്ഷമിച്ച ആണുങ്ങൾക്ക് കൊടുക്കുന്നുവെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. പെണ്ണിന്റെ മോശമായ സ്വഭാവത്തിന്റെ മേൽ ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ വല്ലാതെ വാശിയാണ്, വാശി കാണുമ്പോ തന്നെ ഭ്രാന്താ. പിന്നീട് അവളെ തല്ലാൻ തോന്നി, പക്ഷേ തല്ലുന്നില്ല, ക്ഷമിച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു മുഅ്മിനായ ചെറുപ്പക്കാരനോ ഒരു മുഅ്മിനായ രക്ഷിതാവ് ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹ് എത്രയാണോ പ്രതിഫലം കൊടുത്തത് അതിനോട് തുല്യമായ പ്രതിഫലം കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ലാ യഖറഉ മുഅ്മിനുൻ മുഅ്മിനാ, ഒരു മുഅ്മിനായ ചെറുപ്പക്കാരനോ ഒരു മുഅ്മിനായ ഭർത്താവോ മുഅ്മിനത്തായ ഭാര്യയോട് പിണങ്ങരുത് കേട്ടോ. ഇൻ കരിഹ മിൻഹാ ഖുലുഖാ, ഏതെങ്കിലും ഒരു സ്വഭാവം നിന്റെ പെണ്ണിന്റേത് നിനക്ക് പറ്റിയില്ലെങ്കിലോ റളിയ മിൻഹാ ആഖറാ, മറ്റൊന്ന് നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. പെണ്ണിന്റെ സ്വഭാവം നിനക്ക് പറ്റിയില്ലെങ്കിലും മറ്റൊരു സ്വഭാവം നിനക്ക് പറ്റും, അതാണ് പെണ്ണിന്റെ പ്രകൃതി. അതുകൊണ്ട് തന്നെ പെണ്ണിനോട് പിണങ്ങരുത്. എന്നാൽ എന്റെ ഉമ്മമാരെ, നിങ്ങളോട് ചിലതെനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യയുടെ ഭർത്താവിന്റെ സ്നേഹം കിട്ടുന്നില്ല അല്ലേ? എന്നാൽ അതിന് ചില പരിഹാരങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നബി തങ്ങളുടെ അടുക്കൽ സ്വഹാബി വന്ന്, നബിയെ വിവാഹം ചെയ്യണമെന്നുണ്ട്, വല്ല വസിയത്തുണ്ടോ നബിയെ? വല്ലതും എന്നോട് വസിയത്ത് ചെയ്യാനുണ്ട് നബിയെ എന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളോട് ചോദിച്ചു, നബിയെ എന്താ നിങ്ങൾക്ക് തരാനുള്ള വസിയത്ത്? ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, ഓ എന്റെ സ്വഹാബ, സ്വാലിഹത്തായ പെണ്ണിനെ കെട്ടിക്കോ. നല്ല സ്വാലിഹത്തായ പെണ്ണിനെയായിരിക്കണം വധുവായി സ്വീകരിക്കേണ്ടത്. സ്വഹാബിക്ക് മനസ്സിലായില്ല. നബിയോട് ചോദിച്ചു, നബിയെ എപ്പോഴാ ഒരു പെണ്ണ് സ്വാലിഹത്താവുക? എപ്പോഴാണ് ഒരു ഭാര്യ സ്വാലിഹത്താവുക? ഉടനെ തന്നെ നബി തങ്ങൾ പറയുള്ളൂ, ഇദാ നദർത ഇലൈഹാ സർറത്ക, ഓളെ മൂത്തുക്ക് നോക്കുമ്പോൾ തന്നെ നിനക്ക് സന്തോഷാക്കാം. അതുകൊണ്ട് നിങ്ങളെ പെണ്ണുങ്ങളൊക്കെ സ്വാലിഹങ്ങളാണ്. ഓളം മോത്തുക്ക് നോക്കുമ്പോ തന്നെ സന്തോഷായിരിക്കും. സുബ്ഹാനല്ലാഹ്, ശരീരങ്ങളെ മോത്തുക്ക് ഇഞ്ചടിച്ച കുരങ്ങന്റെ മോത്തുക്ക് നോക്കിയാൽ മതി, ഒന്നാണ് ചവിട്ടാൻ തോന്നും. അങ്ങനെ നിൽക്കരുത് കേട്ടോ. മരങ്ങളോട് സ്വകാര്യമായിട്ട് പറയാ, നിങ്ങളെ ഭർത്താവിന്റെ സ്നേഹങ്ങൾക്ക് വേണോ? അതിരാവിലെ ജോലിക്ക് പോയ ഭർത്താവ് വൈകുന്നേരം 6-6:30 മണിക്ക് തിരിച്ചു വരികയാണ്. ആ സമയത്ത് നിങ്ങൾ എന്താക്കണോ? സന്തോഷത്തോടുകൂടെ, വളിഞ്ഞ ചിരിയല്ല, നല്ല പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കാൻ നിൽക്കുക. നിങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അനുഭവം വെച്ച് പറയാം.
അല്ലെ? നമുക്ക് പഠിച്ച പണിയല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു പെണ്ണ് സ്വന്തം ഭർത്താവ് കയറി വരും നിറപുഞ്ചിരിയോടുകൂടെ, ആ പെണ്ണ് ഭർത്താവിനെ സ്വീകരിക്കും. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്ന. അതുകൊണ്ട് ഉമ്മാരെന്ത് ചെയ്യാ, ഏതെങ്കിലും ദൂരയാത്ര കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രാവിലെ പണിക്ക് പോയ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ, പ്രത്യേകിച്ച് ഉസ്താദുമാരെ ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാസത്തിലേക്കല്ലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വരിക. അപ്പൊ എന്ത് ചെയ്യാ, ചിരിച്ചിട്ട് സ്വീകരിക്കുക. അത് ഞമ്മളങ്ങോട്ട് ചെന്ന ഓള അടുക്കളയിൽ തന്നെ ഓളാ മുറിച്ചനും തക്കാളി ഫുള്ളാക്കാൻ നിൽക്കുക, ഓളാ മീൻ മുറിയിൽ തന്നെ ഒന്ന് കയ്യകീറ്റ് ഒന്ന് വരുന്ന പരിപാടി. വേണ്ട, വല്ല സാധനമായി കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് വാങ്ങി വെക്കുവോ? ഏടെ നമ്മള് സാധനം കൊണ്ടേ കൊടുക്കണം, എന്ത് ചെയ്യും? അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയല്ലേ, നേരെ മാറ്റി ചിരിച്ചുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുമോ? നിങ്ങൾക്ക് സന്തോഷം? ഉമ്മ, നിങ്ങളെ ഭർത്താവിന്റെ സ്നേഹം കിട്ടണോ? നിങ്ങളെ കുടുംബ ബന്ധം ഭദ്രമാകണോ? ഓലോളോ ചിരിച്ചോട്ടേ വർത്താനം പറയാൻ പറ്റുള്ളൂ. പൊട്ടിച്ചിരിക്കാനല്ലേ, യക്ഷികളെ ചിരിയല്ലേ ഞാൻ പറഞ്ഞു. മര്യാദക്ക് മാന്യമായി പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളെ ഭർത്താവിനെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഭർത്താവിനെ ബെരച്ച വരിയിൽ നിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയും. ഇല്ലേ, ഇല്ലായോമിൽ ഖിയാമ വരെ ഒരു ഭർത്താവിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ പൈസ കൊടുത്താൽ കിട്ടൂല കേട്ടോ. അങ്ങനെയാണ് ചില പെണ്ണുങ്ങന്മാര്. ഭർത്താവ് വരുമ്പോ സുഖമില്ലാത്തമായി നടക്കുക. അല്ലേ, എപ്പോ നോക്കിയാലും ഓൾക്ക് തലവേദന. എന്തിനാ അത്? ഭർത്താവിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിട്ട്. കിട്ടുവോ? ഏടുന്ന് കിട്ടണ്? പഴയ കാലത്തെ കാളവണ്ടി കണ്ടില്ലായിരുന്നു? കാളവണ്ടി അല്ലേ? ഇനി 2 കാളകളുണ്ടായിരുന്നു. ഒരു കാള എപ്പോ നോക്കിയാലും കാലിന് സുഖമല്ല, ഉണ്ടായിട്ടല്ല. പിന്നെ മൂപ്പർക്ക് കോഴിക്കോട് ചന്തി പോകാൻ ഭയങ്കര മടി. അപ്പൊ എന്നും ഇന്നെ തന്നെയല്ലേ കൊണ്ടുപോണ്. ഇന്ന് കാലിന് സുഖമില്ലാത്ത മാതിരി കാട്ടാന്നാണ്. 2ാമത്തെ ദിവസവും കാലിന് സുഖമില്ല, 3ാമത്തെ ദിവസം കാലിന് സുഖമില്ല, 4ാമത്തെ ദിവസം നല്ല ഒരു കാളനെ വേറെ കൊണ്ടുവരും. എന്നിട്ട് ഇതിന്റെ വേറെ കയറ്റും. മറ്റേനെന്താ കാട്ടുക? അർത്താണ് കളി. എന്നും തലവേദനയുള്ള പെണ്ണിനെ അങ്ങനെ കാണുമ്പോ ഭർത്താവും സഹതാവല്ല, പണ്ടാറടങ്ങ കുടുങ്ങിപ്പോയല്ലോ, ഇതിനെപ്പോ സുഖടാ, ഞമ്മക്ക് വേറൊന്ന് കിട്ടിയാൽ എന്താ എന്ന് നമ്മളെ ഭർത്താക്കന്മാര് ചിന്തിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് ഉമ്മാരെ അഭിനയൊന്നും വേണ്ട. നിങ്ങളെ ഭർത്താവ് വരുമ്പോ നിങ്ങളെ അഭിനയം കാണിച്ച ഭർത്താവിന്റെ സ്നേഹം കിട്ടൂല, വെറുപ്പേ കിട്ടുള്ളൂ. അപ്പഴാ പോലെ കണ്ണൂര് പോവുക. അവിടെ ആവുമ്പോ പിന്നെ പെണ്ണിനെങ്ങോട്ട് കൊണ്ടല്ല, അവിടെ കൂടിയാ മതി. അങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളി. ഇതാണ് നോക്കിയ നിറപുഞ്ചിരിയോടെ സന്തോഷത്തോടു കൂടെ നിന്നെ സ്വീകരിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് സ്വാലിഹത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ തന്നെ ഉമ്മാരോട് ചില കാര്യം കൂടി പറയാൻ കേട്ടോ. നിങ്ങളൊക്കെ സൗന്ദര്യവതികളാണ്. ഞാൻ ഇവിടെ നിന്നുകാണ്ട് ഈ പറയണേ. കാരണം നിങ്ങളെ കെട്ടിയോമാരൊക്കെ ഇവിടെ നോക്കുമ്പോ നല്ല സൗന്ദര്യമുണ്ട്. അപ്പൊ അതിന് പറ്റിയ ചെറുക്കളെന്നെ കരങ്ങളൊന്നും എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാ, നിങ്ങളൊക്കെ സൗന്ദര്യമുള്ളവരാ. പക്ഷെ നിങ്ങളെ ഭർത്താവിന് ഒരു 2-3 മാസം കഴിഞ്ഞ പിന്നെ പറ്റണ്ട. എന്തേ? ആദ്യത്തെ ഒരു മാസം കുഴപ്പമില്ല, പിന്നെ 2ാമത്തെ മാസം ഉള്ളിനൊക്കെ കുറ്റപ്പെടുത്തുക. 3ാമത്തെ മാസമായ പിന്നെ പൊരിഞ്ഞാട്ടിയാണ്. ഇങ്ങനെ ആവാനുള്ള ഒരു കാരണമുണ്ട്. എന്തറിയോ? ഉമ്മാര് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്കും വേണ്ടിട്ടാ ഞാൻ എക്ക വരെ ഒഴിവാക്കി. എന്തിനാ? ശരിക്കാണ് കേട്ടോട്ടെ വെച്ചിട്ട്. എന്താ അതിന് കാരണം? ആദ്യം നമ്മളെ ഭർത്താക്കന്മാര് റൂമിലേക്ക് കയറി വന്നു. കിടപ്പറയിലേക്ക് ഒരു പെണ്ണ് ചെല്ലുകയാണെങ്കിൽ വൃത്തി ചെല്ലണം. വൃത്തിയാണ് സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ മുമ്പില്. മരിച്ചോടത്ത് പോകുമ്പോഴല്ല ബൗണ്ടറി ഇടുന്നുണ്ട്, മരിച്ചോടത്ത് പോകുമ്പോഴല്ല കൺവെൻഷൻ. പിന്നെ എവിടെ പോകുമ്പോഴാ? ഭർത്താവിന്റെ കിടപ്പറയിൽ പോകുമ്പോ നല്ല ഭംഗിയേറ്റ് പോയ കളി. ഓ, അയാൾക്ക് എന്നും നിങ്ങളോട് സ്നേഹം. ഇല്ലെങ്കിലോ പണ്ടാറം വന്ന് മീൻ മണപ്പിച്ച് എന്നാ അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യാ? രാവിലെ മീൻ മുറിക്കാൻ ഉപയോഗിച്ചിരുന്ന മാക്സി, അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന മാക്സി, അതൊക്കെ ഒഴിവാക്കി കുളിച്ച് വൃത്തിയാക്കി നിങ്ങൾ മണിയറയിലേക്ക് ചെല്ലണം. എന്നാൽ നിങ്ങളുടെ ദിവസം മുഴുവനും ഓരോ ദിവസവും ആദ്യരാത്രിയായിരിക്കും. അല്ലാഹു തആല നല്ല ഭദ്രമായ കുടുംബ ജീവിതം നൽകുമാറാകട്ടെ എന്ന് കരുതിയിട്ട് ആണുങ്ങൾ കുളിച്ചാൽ നടക്കും വേണ്ട, നിങ്ങളും കുളിച്ചണം. അങ്ങനെയുണ്ട് ചില. ഇതൊന്ന് കുളിച്ചെന്നാ ഇവൻ കുളിച്ചിട്ടുണ്ടാവില്ല. ഇവന്റെ കൈന്റെ ചോടയും കാശറ്റിന്റെ ചോടയും മുടിയൊന്നും ഓൻ ഒഴിവാക്കിയിട്ടുണ്ടാവില്ല. ഓനെപ്പോഴും അങ്ങനെ തന്നെ.
അവർ രാവിലെ കുളിച്ചിട്ട് പോയി, പിന്നെ വൈകുന്നേരം വന്ന് അപ്പൊ ഓൻ കുളിച്ചോ? ഇല്ല. ഓളോട് പറഞ്ഞു ഇതൊന്ന് കുളിച്ചു. അങ്ങനെയല്ല, രണ്ടാളും കുളിക്കണോ, രണ്ടാളും അത്ര ഭൂഷണോ, രണ്ടാളും സന്തോഷത്തോടുകൂടെ ജീവിത പങ്കാളികളായി സ്വീകരിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ആവുമ്പോ ബന്ധം നിലനിൽക്കും. ഇല്ലേ നമ്മുടെ ബന്ധം ഔട്ടായി പോകും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇദാ നദർത ഇലൈഹാ സറതക. ഉമ്മ, നിങ്ങൾ സ്വാലിഹത്താവണമെങ്കിൽ നിന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നിന്റെ ഭർത്താവ് വല്ല വസ്തും കൊണ്ടുവരുമ്പോ ആ ഭർത്താവിന്റെ മനസ്സിനിണങ്ങുന്ന രൂപത്തിലുള്ള നൃത്തവും അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കേണ്ട സ്വീകാര്യതയും നിങ്ങൾ കൊടുക്കണം. ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, വൈനഗിബത അൻഹാ ഹഫിദതക ഫീ മാലിക വ നഫ്സിഹാ. പിന്നേതാ സ്വാലിഹത്തായ പെണ്ണോ, നീ സ്ഥലത്തില്ലാതിരിക്കുമ്പോ നിന്റെ സ്വന്തം ശരീരത്തെയോ നിന്നിലൂടെ ഉണ്ടായ മക്കളെയോ സംരക്ഷിക്കുന്ന പെണ്ണ് സ്വാലിഹത്താണ്. നിന്റെ സമ്പത്തിനെ സംരക്ഷിക്കുന്ന പെണ്ണ്, ദൂർത്തടിക്കുന്ന പെണ്ണല്ല. നീ കൊടുത്തുവിടുന്ന ഓരോ കാശുകളും അതേ കണക്കില്ലാതെ ചിലവഴിച്ച് എഴുതി വാങ്ങി ഒപ്പിട്ട് വാങ്ങിയ ചെക്ക് എങ്ങനെയാ ഉമ്മ ചെക്കായതെന്ന് പോലും നിങ്ങൾ ആലോചിക്കുന്നില്ലല്ലോ. ഗൾഫ് രാജ്യത്ത് പോയ പ്രവാസികളോ അവരെ ശരീരം മാസകളോ ചുട്ടുവഴുക്കുന്ന മണലാരണ്യത്തിൽ കഷ്ടത അനുഭവിച്ചോ അവരുണ്ടാക്കിയ സമ്പത്തിൽ നിന്നൊരു വിഹിതോ അല്ലെങ്കിൽ എന്റെ മക്കളെ കഷ്ടപ്പെടരുതെന്ന് മനസ്സിലാക്കി എന്റെ മക്കളെ പട്ടിണി കിടക്കരുതല്ലോ, എന്റെ ഭാര്യ പട്ടിണി കിടക്കരുതല്ലോ, അവര് നല്ലൊരു വീട്ടിൽ താമസിക്കണമല്ലോ എന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടോ നിങ്ങളെ ഭർത്താവ് കൊടുത്തുവിടുന്ന ചെക്കുകളില്ലേ, ഈ ചെക്കുകളിൽ നിന്ന് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങുന്ന കാശുകളില്ലേ, ഏതാണ് ആ കാശ്? അത് മണത്ത് നോക്കിയാ കടി കാണുവാനോ അത് വാസനിക്കാനോ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അതിൽ നിങ്ങളെ ഭർത്താവിന്റെ വേദനയുടെ ഒരു അംശമുണ്ട് കേട്ടോ, ആ ഭർത്താവിന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട് കേട്ടോ. അദ്ദേഹമില്ല എന്ന് കാണുമ്പോഴേക്ക് ഷോപ്പിങ്ങിന്റെ പേരിലോ അതല്ലെങ്കിൽ പരിപാടിയുടെ പേരിലോ ആഘോഷങ്ങളുടെ പേരിലോ പുറത്തിറങ്ങുന്ന ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾ സ്വാലിഹത്തുകളല്ല. ഹബീബായ നബി തങ്ങൾ ഒരു ഹദീസ് പറയുന്നുണ്ട്. ആ ഹദീസ് കൂടെ ഞാനൊന്ന് പറയട്ടെ എന്റെ ഉമ്മമാരെ. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഭർത്താവിന്റെ വസ്ത്രം അലക്കി കൊടുക്കൽ സുന്നത്തുണ്ട്, എന്നാൽ അത് നിർബന്ധമില്ല. നിങ്ങൾ കൂലി ചോദിച്ചാൽ നിങ്ങൾക്ക് നൽകണമെന്ന്, എന്നാ നിങ്ങൾക്ക് കിട്ടുന്ന ചില പ്രതിഫലങ്ങളുണ്ട്. ഏതാണ് പ്രതിഫലം എന്നറിയണോ? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു സ്വാലിഹത്തായ പെണ്ണ് അവളുടെ ഭർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടി അവന്റെ ഒരു വസ്ത്രം അലക്കി കൊടുത്താൽ, ഒരൊറ്റ വസ്ത്രം ഉമ്മമാര് ശരിക്കും ശ്രദ്ധിച്ചോ, ഒരു വസ്ത്രം ഒരു പെണ്ണ് അലക്കി കൊടുക്കുകയാണ് ഭർത്താവിൻ്റെത്. ഭർത്താവിൻ്റെത് അലക്കി കൊടുക്കുമ്പോ റബ്ബിന്റെ പൊരുത്തമാണ്. എന്റെ ഭർത്താവിന്റെ പൊരുത്തം കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വസ്ത്രം അലക്കി കൊടുത്താൽ ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവളെ തൊട്ട് നരകത്തിന്റെ 8 കവാടങ്ങള് അല്ലാഹു അടച്ചു കൊടുക്കുന്നു. ഒരു വസ്ത്രം അലക്കി കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു തആല അവൾക്ക് 1000 നന്മകൾ എഴുതി കൊടുക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരൊറ്റ വസ്ത്രത്തിന് 1000 നന്മയാണ്. അല്ലാഹു തആല അവളുടെ 2000 ചെറുദോഷങ്ങള് അല്ലാഹു പുറത്തു കൊടുക്കുന്നു കേട്ടോ. ഉമ്മമാരെ, നമ്മൾ ഒന്നാക്കണ്ട 1000 വസ്ത്രമാണോ അലക്കി കൊടുക്കുന്നതെങ്കിൽ എത്രയാ നിങ്ങൾക്ക് പ്രതിഫലം അല്ലാഹു തആല നൽകുന്നത്?
അതുകൊണ്ട് ഭർത്താവിനോട് കൂലി വാങ്ങാൻ നാളെ ചെല്ലാൻ നിൽക്കണ്ട. പിന്നെ ഞാനിത് അലക്കി കൊടുത്താൽ എന്റെ റബ്ബ് തആല എനിക്ക് പ്രതിഫലം നൽകുമല്ലോ. എന്റെ ജീവിതത്തിൽ ഉണ്ടായ ചെറുദോഷങ്ങളോ എന്റെ റബ്ബ് പുറത്തു തരുമല്ലോ. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണോ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതൊരു പെണ്ണും ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിന് 7 ദിവസം, കൂടുതലൊന്നുമില്ല, 7 ദിവസം സേവനം ചെയ്തു കൊടുത്താൽ, അദ്ദേഹം ഗൾഫിൽ നിന്ന് ഒരാഴ്ചക്ക് ലീവിന് വന്നതാണ്, എന്നാ ഒരു 7 ദിവസോ സ്വന്തം ഭർത്താവിന് ഒരു പെണ്ണ് ഖിദ്മ ചെയ്തു കൊടുത്താൽ, സേവനം ചെയ്തു കൊടുത്താൽ, നരകത്തിന്റെ വാതിലുകൾ അവളെ തൊട്ട് കൊട്ടിയടക്കപ്പെടുന്നു. സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവളെ വേണ്ടി അല്ലാഹു തആല മലർക്കെ തുറന്നു കൊടുക്കുകയും ചെയ്യോ. മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ ഭർത്താവിന് നമ്മൾ ഒരാഴ്ചയല്ല ചെയ്തു കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലെ പല സ്ഥലങ്ങളിലും പല അവസരങ്ങളിലും അദ്ദേഹം എന്റെ കൂടെ ഉണ്ടാകുമ്പോഴല്ല ഞാൻ സേവനം ചെയ്തതാണല്ലോ. ഉമ്മാ, നിങ്ങൾക്ക് ദുആയിരക്കാ റബ്ബേ, ഞങ്ങൾക്ക് നീ തക്ക പ്രതിഫലം നൽകണേ അല്ലാഹ്. ഇതാണ് ഭർത്താക്കന്മാരെ വസ്ത്രാലി കൊടുത്താൽ കിട്ടുന്ന കൂലി. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു ഹദീസും കൂടെ പറയട്ടെ മുഅ്മിനീങ്ങളെ. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൽ വലദു സിർറുൽ വാലിദൈനി, മാതാപിതാക്കളുടെ രഹസ്യമാണ് മക്കൾ. മാതാവിന്റെയും പിതാവിന്റെയും രഹസ്യമാണ് മക്കൾ. ഭർത്താവും ഭാര്യയും തമ്മിൽ കശപിശ കൂടുകയാണെങ്കിൽ, പരസ്പരം ചീത്ത പറയുകയാണെങ്കിൽ, അത് നമ്മുടെ മക്കൾ കേൾക്കാൻ പാടില്ല. കാരണം അവരത് പഠിക്കും. അൽ വലദു സിർറുൽ വാലിദൈൻ, മാതാപിതാക്കളെ രഹസ്യത്തിന്റെ അറയാണ് സ്വന്തം മക്കൾ. അവരിലൂടെയാണ് നിങ്ങളെ രഹസ്യം പുറത്തു വരിക. LKG പഠിക്കുന്ന കുട്ടിയുടെ വായിലൂടെ വരുന്ന വാക്കുകൾ ഏതാണ്? എവിടുന്നാ ഈ കുട്ടി പഠിച്ചത്? ഉമ്മാന്റെ വയറ്റിന്ന് ട്യൂഷൻ എടുത്തു കൊടുത്തതല്ല. പിന്നെ എവിടെയാ? ഭർത്താവും ഭാര്യയും തർക്കം കൂടുമ്പോ ഭർത്താവ് ചിന്തിക്കാതെ പറഞ്ഞ വാക്കുകൾ മകൻ കാണാതെ പഠിച്ചു. ഭാര്യ തിരിച്ചു പറഞ്ഞ വാക്കുകൾ നമ്മുടെ മക്കള് കാണാതെ പഠിച്ചു. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പാടില്ല നമ്മളങ്ങനെ മക്കൾക്ക് മുമ്പിൽ ഒരാളെയും ചീത്ത പറയരുത്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, സാന്ദർഭികമായി ഉണർത്തട്ടെ. നമ്മുടെ ഉസ്താദുമാര് സേവനം നടത്തുന്ന മദ്രസയില് ചെറിയ കുട്ടികൾ പഠിക്കുമ്പോ അവരിൽ നിന്ന് പിഴവുകൾ നേരിടുമ്പോ അവർ ചിലപ്പോൾ ശിക്ഷിച്ചെന്ന് വന്നേക്കോ. അല്ലാഹു തആല ഉസ്താദുമാർക്ക് തക്ക പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങളെ കുട്ടീനെ അടിച്ചു, ഓടുക്കത്തടി അടിച്ച്, കണ്ണു ചോരല്ലാതെ അടിച്ചെന്ന് വെക്കുക. ചോദിക്കാൻ പോണ്ട, ചോദിക്കാൻ പോണ്ട അല്ലേ? കുട്ടികളെ കൊല്ലാനാ കണ്ടിട്ട് പോണ്ടേ? പോണീന് കുഴപ്പമൊന്നുമില്ല, കുട്ടികളെ കൊണ്ടുവരുതിട്ടോ. നമ്മള് ഉസ്താദിന്റെ പിഴവ് പറ്റിയാലും ആ ഉസ്താദിനോട് ചോദിക്കുകയാണെങ്കിൽ ആരും കൂട്ടരുത്, മകനും കൂട്ടരുത്, മകളെയും കൂട്ടരുത്. എന്തേ? പിന്നെ കുട്ടിക്ക് ധൈര്യം. എല്ലാത്തിനും പറ്റുന്ന തന്ത എനിക്കുണ്ടാവുമ്പോ പിന്നെ ഞാൻ എന്തും ചെയ്യും. ഇങ്ങനെ തോന്നല് കുട്ടികളെ മനസ്സിൽ വരും. എനിക്ക് എന്ത് കുരുത്തക്കേട് കാട്ടും. ഇനി ഉസ്താദ് അടിച്ചാണെങ്കിൽ അപ്പൊ ഉസ്താദിന് വിവരം അറിയാം. എന്റെ വാപ്പ ഗൾഫിൽ നിന്നിന് അല്ലെങ്കിൽ അടുത്ത കൊല്ലം വരും, അയാളെ പൂതിയാണ് തീർക്കും. പിന്നെ ഈ കുട്ടിക്ക് ധൈര്യ. അവൻ നമ്മളെ ഉസ്താദിനോട് വല്ലതും ചോദിക്കണമെങ്കിൽ ആദ്യം സ്റ്റാഫിൽ നിന്നാ വന്നതെങ്കിൽ സോദർ ഉസ്താദിന് ബന്ധപ്പെടാം. സോദർ ഉസ്താദിനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ കമ്മിറ്റിക്കാരായിട്ട് ബന്ധപ്പെടാം. കമ്മിറ്റിക്കാരെ കൂട്ടിയിട്ട് ചെല്ലുക, മാന്യമായിട്ട് പറയണം. അല്ലെങ്കിൽ പിന്നെ ആ ഉസ്താദ് ഇറങ്ങിപ്പോയി പുതിയ ഉസ്താദിനും വേണ്ടിയുള്ള തെരച്ചിൽ നടത്തേണ്ടി വരും. അന്ന് ഇപ്പൊ കിട്ടാത്ത പണിയൊന്നുമില്ല, എല്ലാവർക്കും കിട്ടണ പണിയാണ്. ഒരുപാട് സ്ഥലത്ത് പോയിക്കൊണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ പറഞ്ഞോളൂ, മാന്യമായ നിലയിൽ വിഷയം പറയുക. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൂടെ ഉണ്ടാവും. ഇപ്പൊ ഉസ്താദ്മാര് പറഞ്ഞിട്ട് പറയാന്നൊന്നും നിങ്ങൾക്ക് തോന്നരുത്.
അങ്ങനെയൊന്നുമല്ലേ? നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ പറ്റിയ ആൾക്കാരല്ല, ബെല്ലുമില്ല എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഉസ്താദ്മാർക്ക് കുട്ടികളാണ് പുട്ടുകൊടുത്തൊക്കെ അല്ലേ ഉസ്താദെ? ഉസ്താദൊന്നും കൊണ്ടിടില്ല, ആയിക്കോട്ടെ. അപ്പൊ എന്താ പറഞ്ഞേ? ചോദിക്കണീന് കുഴപ്പമൊന്നുമില്ല, മാന്യമായ രൂപത്തിൽ ചോദിക്കുക. ഇനി എങ്ങനെ ചോദിച്ചാലും ശരി, കുട്ടി കൂടെ ഉണ്ടാവരുത്. കുട്ടി പിന്നീട് നന്നാവൂല. നമ്മൾ പറയുന്ന വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും കണ്ടുപഠിക്കുന്ന കുട്ടികൾക്ക് ധൈര്യം വരും. എന്ന പോലെ തന്നെ മാതാവിനോട് പിതാവിനെ ചൂടാവേണ്ടി വന്നാൽ, ഉപ്പായും ഉമ്മയും പരസ്പരം ചീത്ത പറയുകയാണെങ്കിൽ മക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ അൽ വലദ് സിർറുൽ വാലിദൈൻ, മാതാപിതാക്കള് ആ മാതാപിതാക്കളെ വാർത്തകൾ മുഴുവനോ പരസ്യമാക്കുന്ന പരസ്യമാണ് നമ്മുടെ മക്കളെന്നോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. നല്ലതേ നമ്മുടെ ജീവിതത്തിൽ മക്കൾക്ക് കാണാനിടയാവാനുള്ളൂ. അവർ കാണുന്നത് നല്ലതാണെങ്കിൽ കുട്ടികൾ നന്നാവൂ. അതേ നമ്മുടെ മാതാവിനെ ബഹുമാനിക്കുന്നത് നമ്മുടെ മക്കളെ കാണണോ? നമ്മുടെ പിതാവിനെ ബഹുമാനിക്കുന്നത് നമ്മുടെ മക്കളെ കാണണോ? നമ്മുടെ ഉപ്പാപ്പാനെ ഖബർ സിയാറത്തിന് പോകുമ്പോ മക്കളെ കൂട്ടണോ? കുഞ്ഞുമോനെ കയ്യും പിടിച്ച് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വന്നുകൊണ്ട് ഉമ്മാന്റെ ഖബർ സിയാറത്തിന് പോകുമ്പോ, ഉപ്പാന്റെ ഖബർ സിയാറത്തിന് പോകുമ്പോ നമ്മുടെ കുഞ്ഞുമക്കളത് കാണണോ? എന്നാ നമ്മളും കിടക്കേണ്ട ഒരു ദിവസമില്ലയോ? നമ്മൾ ആ ഖബറിൽ കിടക്കുമ്പോ ഈ മക്കള് നമ്മുടെ ഖബറിന്റെ അടുക്കലേക്ക് അവരെ മക്കളെയും കൊണ്ടുവരൂ. മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ബിർറൂ അബാകോ തബിർറുകും അബ്നാഉകും. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് തിരിച്ചും ഗുണം ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഭദ്രമായ ജീവിതത്തിന് വേണ്ടി പരസ്പരം ധാരണയോടുകൂടെ മുന്നോട്ട് പോവുക. അല്ലാഹു തആല തുണക്കുമാറാകട്ടെ. ഓ എന്റെ ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളോ അല്ലാഹു തആലക്ക് തൃപ്തിപ്പെട്ടതായിരിക്കണോ? നമ്മുടെ ഭർത്താവിന് രോഗം വന്നാൽ ആ ഭർത്താവിനെ ഒഴിവാക്കാനുള്ളതല്ല, ആ ഭർത്താവിനെ ചീത്ത പറയാനുള്ളതല്ല. നബി തങ്ങൾ പറഞ്ഞില്ലേ, അർബഉം മിനൻ നിസാഇ ഫിൽ നാർ, നാല് വിഭാഗം സ്ത്രീകൾ നരകത്തിന്റെ സ്ത്രീകളാണ്. 4 വിഭാഗം സ്ത്രീകൾ നരകത്തിന്റെ സ്ത്രീകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, ഒന്നാമത്തെ പെണ്ണേതാ? ഇംറഅത്തുൻ ബദീഅത്തു ലിസാനിഹാ അലാ സൗജിഹാ, ഭർത്താവിനെ ചീത്ത പറയാൻ നാവ് ഉപയോഗപ്പെടുത്തുന്ന പെണ്ണ് നരകത്തിന്റെ പെണ്ണാണ്. മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, ഇംറഅത്തുൻ ബദീഅത്തുൽ ലിസാനിഹാ, സ്വന്തം നാവിനെ ഭർത്താവിനെതിരെ പ്രയോഗിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് നരകത്തിന്റെ പെണ്ണാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ വീണ്ടും നബി തങ്ങൾ പറയുന്നു, രണ്ടാമത്തെ ഒരു വിഭാഗം പെണ്ണുങ്ങൾ നരകത്തിന്റെ പെണ്ണുങ്ങളാ. വംറഅത്തുൻ തകല്ലഫത സൗജഹാ മാ ലാ യുതീഹിഖുഹു, ഭർത്താവിന് സാധിക്കാത്ത കാര്യങ്ങൾ ഭർത്താവിനെ കൊണ്ട് നിർബന്ധിപ്പിക്കുന്ന പെണ്ണ്. അയാളെ കപ്പാസിറ്റി നോക്കുന്നില്ല, അയാളെ ശമ്പളം നോക്കുന്നില്ല, അദ്ദേഹത്തിന്റെ വരുമാനം നോക്കുന്നില്ല. ഇങ്ങനെ വരുമാനമൊന്നും പരിശോധന നടത്താതെ അയൽവാസിയുടെ വീട്ടിലേക്ക് അത് നോക്കിയിട്ട് അതുപോലത്തെ വാഹനം, അതുപോലത്തെ വീട്, അവൾ ഉപയോഗിച്ച പോലത്തെ സാരി, അതുപോലത്തെ പർദ എനിക്കും വേണമെന്നുകൊണ്ട് ഭർത്താവിനോട് സങ്കടപ്പെടുത്തി ഭർത്താവിനെ കൊണ്ട് കഴിയാത്തത് കീർത്തിപ്പിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ? നിർബന്ധിപ്പിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ? ആ പെണ്ണ് നരകത്തിന്റെ പെണ്ണാ. മുഹമ്മദ് റസൂലുള്ളാഹ് വംറഅത്തുൻ തകല്ലഫത സൗജഹാ മാ ലാ യുതീഖുഹു, അയാൾക്ക് കഴിയാത്തത് ഭർത്താവിനോട് നിർബന്ധിപ്പിക്കുന്ന പെണ്ണ് നരകത്തിന്റെ പെണ്ണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വംറഅത്തുല്ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാൽ, ഭർത്താവല്ലാത്ത അന്യപുരുഷന്മാരെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഔറത്ത് മറക്കാത്ത പെണ്ണുങ്ങളുണ്ടോ?
ആ പെണ്ണും നരകത്തിന്റെ പെണ്ണാണ്. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞാൻ നിർത്തട്ടെ എന്റെ മുഅ്മിനീങ്ങളെ. അവസാനം ഒരു വിഭാഗം സ്ത്രീകളുണ്ട്, നരകത്തിന്റെ സ്ത്രീകൾ. വംറഅത്തുൽ ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ലു വശ്ശുർബു വന്നൗമു. ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ലേ, വംറഅത്തുൻ ഒരു വിഭാഗം സ്ത്രീകൾ നരകത്തിന്റെ സ്ത്രീകളാണ്. ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ലു വശ്ശുർബു വന്നൗമു വലൈസ ലഹാ റഗ്ബത്തുൻ ഫിസ്സലാഹ് വലാ ഫീ ത്വാഅത്തില്ലാഹ് വലാ ഫീ ത്വാഅത്തി റസൂലിഹി വലാ ഫീ ത്വാഅത്തി സൗജിഹാ. ഒരു വിഭാഗം സ്ത്രീകൾ നരകത്തിന്റെ സ്ത്രീകളാണ്. ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ലു വശ്ശുർബു വന്നൗമു. കുറെ തിന്നണം, കുറെ കുടിക്കണം, കുറെ കിടന്നുറങ്ങണം എന്ന ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയും ആ പെണ്ണിനില്ല. ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് അവളെ കൂടെയുണ്ട്. അല്ലാഹു തആല അനുഗ്രഹങ്ങൾ പലതും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കരിക്കണമെന്ന ചിന്ത അവൾക്കില്ല. അല്ലാഹുവിനെ വഴിപ്പെടണമെന്ന ചിന്തയില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ വഴിപ്പെടണമെന്ന ചിന്തയില്ല. അതേ ഭർത്താവിനെ അനുസരിക്കണമെന്ന ബോധമില്ല. അതേ ഒരുപാട് കിടന്നുറങ്ങണം, ഒരുപാട് ഭക്ഷണം കഴിക്കണം, കുറെ കുടിക്കണോ, ഇങ്ങനെ ഫ്രീ ആയി നിൽക്കുന്ന ഉമ്മമാരെ, ആ സ്ത്രീകളാണ് പിന്നീട് തെറ്റിലേക്ക് കൂടുതലും എത്തുന്നത്. അവരാണ് സെക്സ് റാക്കറ്റിന്റെ കയ്യിലേക്ക് എത്തുന്നത്. അവരാണ് അന്യപുരുഷന്മാരോട് കൂടെ ഒളിച്ചോടി പോകുന്നത്. അവരല്ലേ അമുസ്ലിങ്ങളോട് കൂടെ ഇറങ്ങിപ്പോകുന്നത്. റബ്ബേ ഞങ്ങളെ സമുദായത്തെ നീ കാക്കണം റഹ്മാനെ, നീ കാക്കണം റഹ്മാനെ. ഓ എന്റെ ഉമ്മ, ചാറ്റിങ് നമ്മൾ ആരോട് ചെയ്താലും ആ ചാറ്റിങ് കേൾക്കുന്ന ഒരു റബ്ബുണ്ട് കേട്ടോ. ഓ എന്റെ ഉമ്മമാരെ, നമ്മൾ FM റേഡിയോക്ക് വിളിച്ച് ശൃംഗാരം പറഞ്ഞാൽ അത് കേൾക്കാൻ ഭർത്താവില്ലെങ്കിലും കേൾക്കുന്ന ഒരു രക്ഷിതാവുണ്ട് കേട്ടോ. അതെ, നിങ്ങൾ ഫേസ്ബുക്ക് ഓണാക്കി അതിലൂടെ പല ആളുകൾക്കും മെസ്സേജ് കൈമാറുന്നുവെങ്കിൽ അത് നിങ്ങളെ ഭർത്താവ് കാണുന്നില്ലെങ്കിലോ നിങ്ങളെ കാണുന്ന ഒരു റബ്ബുണ്ട് കേട്ടോ. ഓ എന്റെ ചെറുപ്പക്കാരാ, നീ അർദ്ധരാത്രി ഉമ്മ കാണില്ല എന്ന് മനസ്സിലാക്കി, ഉപ്പ ശ്രദ്ധിക്കില്ല എന്ന് മനസ്സിലാക്കി, കാണാൻ പാടില്ലാത്ത നെറ്റിലൂടെയുള്ള പ്രകടനങ്ങൾ ഓരോന്ന് നീ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല കാണുന്നുണ്ട്. ഓ എന്റെ രക്ഷിതാക്കളെ, ഇപ്പോ പിന്നെ മക്കള് സ്ഥലത്തില്ലാത്തത് കൊണ്ടല്ലേ വേണ്ടാദീനത്തിനൊന്നും നിങ്ങൾ പോവാതിരിക്കുന്നതെങ്കിലോ മറ്റേതെങ്കിലും ഭാഗത്ത് ചെല്ലുമ്പോ നോക്കാനാളില്ലല്ലോ, കാണാനാളില്ലല്ലോ, ചോദിക്കാൻ ആരുമില്ലല്ലോ എന്ന് മനസ്സിലാക്കി തെറ്റൊന്നും ചെയ്യണ്ട കേട്ടോ. അല്ലാമുൽ ഗുയൂബായ അല്ല ഇത് കാണുന്നുണ്ട്. റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനേ, ഞങ്ങളെ സർവദോഷങ്ങളും നീ പൊറുത്തു തരണേ റഹ്മാനേ. ഇല്ലാ അൻത തൂബാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്നവര് രക്ഷപ്പെട്ടു പോയി. അതേ ഭർത്താവിന് ചീത്ത പറഞ്ഞ പെണ്ണ് പെട്ടെന്നതാ മനം മാറ്റം വന്ന് യജമാനനായ റബ്ബിനോട് സങ്കടം പറഞ്ഞു പോയി. എന്നാൽ ആ പെണ്ണ് നരകത്തിലില്ല. അങ്ങനത്തെ പെണ്ണ് രക്ഷപ്പെട്ട പെണ്ണാട്, റബ്ബിലേക്ക് സമർപ്പണം നടത്തിയ പെണ്ണ്, അല്ലാഹുവിനോട് തൗബ ചോദിച്ച പെണ്ണ്. ആ പെണ്ണ് നരകത്തിലില്ല. അതുപോലെ തന്നെ എന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം ഇവിടെ അങ്ങ് അവസാനിക്കോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ദുനിയാവ് മാത്രം വിജയിച്ചാ പോരാ, നമ്മുടെ ആഖിറവും വിജയിക്കേണ്ടതല്ലയോ? നമ്മുടെ കബറിൽ നമ്മൾ ഒറ്റക്കല്ലേ, ഭാര്യയില്ലല്ലോ.
നമ്മുടെ മക്കളില്ലല്ലോ, നമ്മുടെ ഗുരുക്കളില്ലല്ലോ, നമ്മുടെ ശിഷ്യന്മാരില്ലല്ലോ, ആധുനിക സംവിധാനങ്ങളില്ലല്ലോ, ഒരു കിടക്ക പോലും അവിടെ കാണാനില്ലല്ലോ, ഒരു തലയണ പോലും നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നില്ലല്ലോ. പട്ട് വാങ്ങാൻ കാശുണ്ടായിട്ടെന്താ, ഇന്നേ വരെ ഒരു മയ്യത്തിനെയും പട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്തില്ലല്ലോ. ഇങ്ങനത്തെ ഖബറിൽ നമുക്ക് സംരക്ഷണം വേണോ? അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അവസാനം ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. തങ്ങൾ നമുക്ക് ദുആയിരക്കാരുണ്ട്. റഹ്മാനേ, ഞങ്ങളെ സർവ്വതങ്ങന്മാർക്കും നീ ആഫിയത്ത് നൽകണേ റഹ്മാനേ, ദീർഘായുസ് നൽകണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ദൂരെ നിൽക്കുന്നവർ സദസ്സിലേക്കൊന്ന് വരുമോ? നമുക്കൊന്ന് ദുആയിരക്കാരുണ്ട്. ഹബീബിനെ മുൻനിർത്തിയിട്ട് റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളൊക്കെ പാവങ്ങളാണ്. ഹബീബിന്റെ പേരമക്കളുണ്ടായാ പിന്നെ ഞങ്ങൾക്ക് പേടിക്കാനുണ്ടോ? ഷാഫി ഇമാമിന്റെ പ്രതികരണവും അദ്ദേഹത്തിന്റെ ആവശ്യവും അദ്ദേഹത്തിന്റെ ആവേശവും അഹ്ലു ബൈത്തല്ലേ. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങളെ നേതൃത്വമുണ്ട്. സയ്യിദ് അലവി ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബഹുമാനപ്പെട്ട മഹാന്മാരായ ബാഫഖി തങ്ങളുടെ നേതൃത്വം ഞങ്ങൾക്കുണ്ട്. സൈനുല്ലാബിദീൻ തങ്ങളുടെ നേതൃത്വം ഞങ്ങൾക്കുണ്ട്. ഖലീൽ പാപ്പാന്റെ നേതൃത്വം ഞങ്ങൾക്കുണ്ട്. റബ്ബേ, ഒരുപാട് കാലം നേതൃത്വം നൽകാൻ അവർക്കെല്ലാം നീ ആഫിയത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങളെ വന്യ ഗുരു ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് നീ ദീർഘായുസ് നൽകണേ അല്ലാ. ഇന്നലെ ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദിന്റെ കൂടെ ഒരു വയതിന് പോയി. ഉസ്താദ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദ് റബ്ബേ, ഞങ്ങൾ ഒരുപാട് സംഭാവന വാങ്ങിയിട്ടുണ്ട്, ഒരുപാട് ആളുകളിൽ നിന്ന് വാഗ്ദത്വം വാങ്ങിയിട്ടുണ്ട്, അതെല്ലാം കണ്ട് പല സ്ഥലങ്ങളിലും കടം വാങ്ങിയിട്ടുണ്ട്. അതേ കോടിക്കണക്കിന് രൂപ കടം വാങ്ങി കടത്തിൽ മുങ്ങി കുളിക്കുകയാണ്. അല്ലാഹുവേ, ഉസ്താദിന്റെ കടം നീ വീട്ടി കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളിലുള്ള സർവ്വ കടങ്ങളും നീ വീട്ടി കൊടുക്കണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങളെ ഉസ്താദുമാർക്ക് മുഴുവനും നീ ആഫിയത്ത് നൽകണേ അല്ലാ. നീ ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഒരു 5 മിനിറ്റ് എണീറ്റ് നിൽക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും ഒന്ന് അടുത്തേക്ക് വരിക. അവിടെ തന്നെ നിന്നോളൂ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കയ്യിലുള്ള സംഭാവനകളോ മറ്റുമായി ബഹുമാനപ്പെട്ട തങ്ങളെ കയ്യിലേൽപ്പിച്ച് നമുക്ക് ദുആ ചെയ്യാമല്ലോ. അവസാനം ഒരു ചരിത്രം പറയട്ടെ. മഹാനായ ബഹ്റുബിൻ നസ്ർ സ്വാഇ റളിയല്ലാഹു തആല അൻഹുവിനെ നിങ്ങൾക്കറിയില്ലേ? ബുശ്റൽ കയ്യിബിൽ ഈ ചരിത്രം വിവരിക്കുന്നുണ്ട്. ബഹ്റുബിൻ നസ്ർ സ്വാഇ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, എന്റെ ഉപ്പാ നസ്ർ സ്വാഇ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. പരിസരത്ത് ആര് മരണപ്പെട്ടാലും, ഏത് ജനാസ കൊണ്ടുവരപ്പെട്ടാലും ആ ജനാസയുടെ അടുക്കലേക്ക് ചെല്ലൽ പതിവാ. ആ ജനാസയ്ക്കുള്ള എല്ലാ പരിപാലനത്തിനും മയ്യത്ത് നിസ്കാരത്തിനും നേതൃത്വം നൽകൽ പതിവാണ്. അങ്ങനത്തെ നസ്ർ സ്വായിയാകുന്ന എന്റെ പിതാവ് ഒരു ദിവസം എന്നോട് വന്നുകൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ, ഓ എന്റെ കുഞ്ഞുമോനെ, ഇന്നി ഹദർതു യൗമൻ ജനാസ, നമ്മുടെ നാട്ടിലുള്ള ഒരു ജനാസ സന്ദർശിക്കാൻ ഞാൻ പോയി. അതേ, ആ ജനാസയുടെ മയ്യത്ത് പരിപാലനത്തിന് ഞാൻ പോയി. ആ മയ്യത്തിനെ ഞാൻ ഖബർസ്ഥാനിയിലേക്ക് കൊണ്ടുപോകാനും പോയി. അവിടെയുള്ള ആളുകളെല്ലാം മണ്ണ് വാരിയിടുന്നത് ഞാൻ കണ്ടു. ആ മയ്യത്തിനെ ഖബറിലേക്ക് മണ്ണ് വാരിയിടുന്ന സമയത്ത് ഞാനും മണ്ണ് വാരിയിട്ടു. ഞാൻ 3 പിടി മണ്ണ് വാരിയിട്ട് അങ്ങ് മാറി നിൽക്കുകയാ. ആ സമയത്ത് അവിടെ ഒരുമിച്ച് കൂടി ആളുകളല്ല, അവരെ കയ്യിലുള്ള മണ്ണ് ഓരോന്ന് വാരിയിടുമ്പോ അതെ, ഇത് നസലാ നഫ്സാനി ഫിൽ ഖബരി, രണ്ടാളുകൾ ആ ഖബറിലേക്ക് ഇറങ്ങുന്നത് ഞാൻ കാണുകയാണ്. രണ്ടാളുകൾ ആ ഖബറിലേക്ക് ഇറങ്ങുന്നത് ഞാൻ ദൂരെ നിന്ന് കാണുകയാണ്. ബഹുമാനപ്പെട്ട നസ്ർ സ്വാഇ തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ കണ്ണുകൊണ്ടല്ലേ കണ്ടത്, നിഷേധിച്ചാ ഞാനത് സമ്മതിക്കില്ലല്ലോ. മഹാനായ നസ്ർ സ്വാഇ തങ്ങൾ പറയുന്നു, രണ്ടാളുകൾ ഇറങ്ങുന്നത് ഞാൻ കണ്ടു, പക്ഷേ ജനങ്ങൾ മണ്ണ് വാരിയിടുന്നത് നിർത്തുന്നില്ല.
അവരാ മണ്ണ് വാരിക്കൊണ്ടേയിരിക്കുകയാണ്, ഖബർ മൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനതങ്ങനെ ദൂരെ നിന്ന് കണ്ട് മറവ് ചെയ്തു വരുന്ന അവിടെയുള്ള ജനങ്ങളോട് ഞാൻ ചോദിച്ചു, ജീവിച്ചിരിക്കുന്ന ആളുകളെയും മരണപ്പെട്ടവരോട് കൂടെ നിങ്ങൾ മറവ് ചെയ്യുന്നുണ്ടോ? അതേ, നിങ്ങൾ ആ മയ്യത്തിനെ മറവ് ചെയ്തില്ലേ? അതിന്റെ കൂടെ ജീവനുള്ള ഒരാളും മറവ് ചെയ്യപ്പെടുന്നത് ഞാൻ കണ്ടതാണ്. ഈ സമയത്ത് ജനങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, അവിടെ ഒരാളും ഇല്ല. അങ്ങനെ ഒരു പ്രവണത ഞങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരാളെയും മറവ് ചെയ്യുമ്പോ ജീവനോട് ഞങ്ങൾ മറവ് ചെയ്തിട്ടില്ല. ഓ നസ്റുസ്വായി തങ്ങളെ, നിങ്ങൾക്ക് തോന്നിയതായിരിക്കോ? മഹാനവറുകൾ പറഞ്ഞു, തോന്നിയതല്ലല്ലോ, എന്റെ ജീവിതത്തിൽ അനുഭവിച്ചതല്ലേ. അന്ന് രാത്രിയിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ കിടന്നുറങ്ങാൻ നേരത്ത് ദിക്റുകൾ ചൊല്ലി, സാധാരണ ചൊല്ലാറുള്ള ഔറാദുകൾ ചൊല്ലി. ഖബറിന്റെ അടുക്കിലേക്ക് അർദ്ധരാത്രി ചെല്ലുകയാണ്. എന്നിട്ടോ നസ്റുസ്വായി തങ്ങളെ മകനോട് പറയുന്നു, പൊന്നുമോനെ, ആ ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഞാൻ 10 പ്രാവശ്യം സൂറത്ത് യാസീൻ പാരായണം ചെയ്തു. അതേ, തബാറക്കൽ മുൽക്ക് സൂറത്ത് പാരായണം ചെയ്തു. പിന്നീട് യജമാനനായ റബ്ബിനോട് ഞാൻ ദുആ ചെയ്തു, അല്ലാഹുമ്മ കിശ്ഫിലി മാ റഅയ്തു, ഞാൻ കണ്ടത് എനിക്കൊന്ന് വെളിവാക്കിക്കൊണ്ട അല്ലാഹ്, ഞാൻ കണ്ടതൊന്ന് വ്യക്തമാക്കി തരണേ റഹ്മാനേ. ഇന്നി ഖായിഫുൻ അലാ ദീനി വ അഖ്ലി, എന്റെ ബുദ്ധിയുടെ കാര്യത്തിൽ ഞാൻ പരിഭ്രമിക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. എന്റെ മതത്തിന്റെ കാര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയും എനിക്കുണ്ട്. അതുകൊണ്ട് യാ റബ്ബി കിശ്ഫിലി അമ്മാ റഅയ്തു, ഞാൻ കണ്ടതൊന്ന് വ്യക്തമാക്കി തരുമോ എന്ന് യജമാനനായ റബ്ബിനോട് 2 കരങ്ങളും ഉയർത്തി മനം പൊട്ടി പ്രാർത്ഥന നിർവഹിച്ചപ്പോൾ ഫൻശഖൽ ഖബറു, ആ ഖബറങ്ങ് പുറത്തേക്ക് വരാൻ രൂപത്തിൽ 2ആയി പിളർന്നു. ഫഖറജ വാഹിദുൻ, ഒരാളാ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. 2ആളായി ഇറങ്ങിയത് പക്ഷേ ഒരാളേ ഉള്ളൂ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ബഹ്റുൻ നസ്റുസ്വായി തങ്ങള് ഇദ്ദേഹത്തോട് സലാം പറഞ്ഞു. നിങ്ങൾ ആരാണ്? സലാം പറഞ്ഞിട്ട് സലാം അടക്കുന്നില്ല. ആരാണെന്ന് ചോദിച്ചു, മറുപടിയുമില്ല. ഒന്നിലേറെ തവണ ചോദിച്ചിട്ട് മറുപടി കാണുന്നില്ല. അവസാനം ഈ ഖബറിൽ നിന്ന് എണീറ്റ് വന്നയാൾ എന്നോട് ചോദിച്ചു, അൻത നസ്റുസ്വായി, ഈ നസ്റുസ്വായി ആണോ? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ നസ്റുസ്വായിയാണ്. നിനക്ക് എന്നെ അറിയില്ല അല്ലേ? അമാ അലിംത, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, എനിക്കെങ്ങനെ മനസ്സിലാവാനാ, ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങുന്നത് ഞാൻ കണ്ടു എന്നല്ലാതെ മുമ്പ് ഞാൻ നിങ്ങളെ പരിചയമില്ലല്ലോ. ആ സമയത്ത് നസ്റുസ്വായി തങ്ങളോട് പറയുന്നു, അയ്യോ മനുഷ്യ, ഓ നസ്റുസ്വായി, നഹ്നു മലകാനി വക്കിൽനാ ബി അഹ്ലി സുന്നah. ഓ നസ്റുസ്വായി തങ്ങളെ, ഞങ്ങൾ 2 മലക്കുകളാണ്. വക്കിൽനാ ബി അഹ്ലി സുന്നah, ഇദാ വദിഉ ഫീ ഖുബൂരി അദ ഹത്താ നുനക്കിലഹുമുൽ ഹുജ്ജാ. ഏതൊരു സുന്നി മരിച്ചാലോ അവിടെ മുസ്ലിമെന്നോ അവിടെ ആണെന്നോ പെണ്ണോ വ്യത്യാസമില്ലാതെ അഖിലു സുന്നയിൽ നിന്ന് ആര് മരണപ്പെട്ടു പോയാലോ ആ സുന്നിയായ മനുഷ്യന് ഖബറിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ, സഹായം ചെയ്തു കൊടുക്കാൻ അല്ലാഹ് ഏൽപ്പിച്ച
രണ്ട് മലക്കുകളാണ് ഞങ്ങളെന്ന് മഹാനായ നസ്റുസ്വായി തങ്ങളോട് പറഞ്ഞതല്ലേ. അതുകൊണ്ട് എന്റെ ഉപ്പമാരെ അങ്ങനത്തെ രണ്ട് മലക്കിന്റെ സംരക്ഷണം അല്ലാഹു തആല നൽകിയത് നമുക്കേ ഉള്ളൂ, സുന്നികൾക്കേ ഉള്ളൂ. അല്ലാത്തവർക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യമില്ല. വഹാബിയുടെ ഖബറിൽ ഫാത്തിഹയില്ല, ഖാദിയാനിയുടെ ഖബറിൽ ഖുർആനില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഖബറിൽ ദുആ ഇല്ല, മുജാഹിദുടെ ഖബറിൽ തൽഖീൻ ഇല്ല. എന്നാൽ എന്റെ ഉപ്പമാരോട് ഭൗതിക താല്പര്യത്തിന്റെ പേരിലോ വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞോ നമ്മുടെ മക്കളെ സലഫികളുടെ സെന്ററിൽ കൊണ്ടാക്കരുത് കേട്ടോ, സുന്നീസം വിടരുത് കേട്ടോ. ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ പാപ്പാന്റെ കൂടെ കമറുലുലമ കാന്തപുരം ഉസ്താദിന്റെ കൂടെ അടിയുറച്ചു നിന്നു. സത്യമുണ്ടതില് ബഹുമാനപ്പെട്ട മടവൂര് തങ്ങൾ പറഞ്ഞ സത്യമുണ്ടതില്. റബ്ബേ ഞങ്ങളെ നീ തുണക്കണേ റഹ്മാനെ. അവേലത്തെ തങ്ങള് കാണിച്ചു തന്ന, കുണ്ടൂർ ഉസ്താദ് കാണിച്ചു തന്ന ആ പാതയില് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, നിലനിർത്തണേ അല്ലാ. ഏതെങ്കിലും ഭൗതിക താല്പര്യത്തിന്റെ പേരിൽ ഗ്രൂപ്പ് വിട്ടുപോയ ആളുകളുടെ പ്രസംഗം കേട്ടപ്പോ മനസ്സ് തകർന്നു പോകുന്ന ഈമാൻ കുറഞ്ഞവരാക്കരുത് റഹ്മാനേ. ഞങ്ങള് സമ്പത്ത് കാണുമ്പോഴേക്ക് കണ്ണ് മഞ്ഞളിക്കുന്നവരാക്കരുത് റഹ്മാനേ. പൂർണ്ണമായ സുന്നത്തി ജമാഅത്തിൽ ഞങ്ങളായും ഞങ്ങളെ കുടുംബത്തെയോ നീ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണം റഹ്മാനേ. ഖുറൈശികളിൽപ്പെട്ട ഒരു ആലിമ് ലോകം മുഴുവനും ഇൽമു കൊണ്ട് നിറക്കും എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങൾ ഉയർന്നില്ലേ. നമ്മളെല്ലാവരും നിസ്കരിക്കുന്നത് ഷാഫി മദ്ഹബ് അനുസരിച്ചാണ്. ഷാഫി ഇമാം പറഞ്ഞതാ ഖുർആനിൽ ഇങ്ങനെയാണ് നിസ്കരിക്കണമെന്ന് പറഞ്ഞത് അല്ലേ കുട്ടികളെ? അല്ലേ ഷാഫി ഇമാം പറഞ്ഞതല്ലേ? ഇനി നാളെ നിങ്ങളടുത്ത് വരും ഒരുത്തന് എന്താണ് നമുക്ക് ഷാഫി ഇമാമും ഹനഫി ഇമാമും മറ്റേ ഇമാമും കോജയൊന്നും വേണ്ട, നമുക്ക് ഖുർആൻ സുന്നത്തും മതി. ഖുർആൻ സുന്നത്തും മതി എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ നിങ്ങൾ ഒരൊറ്റ ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഇപ്പോഴും ഒളു എടുക്കുന്നുണ്ടല്ലോ, ഈ ഒളു എടുക്കുന്നത് ഖുർആൻ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ആയത്തോതി ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. അർത്ഥം വെക്കുന്ന അറിയോനോട്. അപ്പോൾ അർത്ഥം വെക്കും ഇദാ ഖുംതും നിങ്ങൾ നിന്നാൽ, ഇലസ്സലാത്തി നിസ്കാരത്തിലേക്ക് നിന്നാൽ, ഫഗ്സിലൂ വുജൂഹക്കും നിങ്ങളുടെ മുഖം കഴുകണം. എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും പള്ളിയിൽ നിന്നിട്ട് പിന്നെ ഒരു മുഖം കഴുകല്. നിന്നാല് മുഖം കഴുകുക ഖുർആനിൽ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ശരിക്കും നിങ്ങളുടെ കൈകൾ നിങ്ങൾ കഴുകണം. ഇലൽ മറാഫിഖി മുട്ടുകണം. ഈ ഖുർആനും സുന്നത്തും മതി. ഇമാമിങ്ങളും കോജാക്കന്മാരും വേണ്ടാന്ന് പറയുന്ന, സ്വഹാബികൾ വേണ്ടാന്ന് പറയുന്ന ഒരുത്തനോട് നിങ്ങൾ ചോദിക്കുക ഇലൽ മറാഫിക്ക് മുട്ട് വരെ എന്നല്ലാണ്ട് എവിടുന്ന് തുടങ്ങണമെന്ന് ഖുർആനിൽ വല്ല ആയത്തുണ്ടോ? പറഞ്ഞു തരുമോ? ചോദിക്കുന്ന ഈ പറയുന്ന മൗലവിമാരോട് ചോദിക്കണം. മുട്ട് വരെ, അപ്പൊ അര മുതൽക്ക് മുട്ട് വരെ, അല്ല കയ്യിന്റെ ചുമല് മുതൽക്ക് മുട്ട് വരെ മതിയോ? അതുപോലെ കാല് കഴുകണം. ഇലൽ കഅബൈനി നരിയാണി വരെ.
എവിടുന്നാണ് തുടങ്ങേണ്ടത്? അര മുതൽക്ക് നെരിയാണി വരെ. അങ്ങനെ ആയിക്കൂടെ? ആയത്ത് പറഞ്ഞതനുസരിച്ച് ഇല്ല. കൈ കഴുകുന്നത് വിരല് മുതൽ മുട്ട് വരെ, കാല് കഴുകുന്നത് വിരല് മുതൽ നെരിയാണി വരെ. ഇത് എവിടുന്നാ കിട്ടിയത്? ഇത് കോഞ്ഞാക്കന്മാരെ പിടിക്കാണ്ട് എവിടുന്ന് കിട്ടി? ഖുർആനിൽ പറഞ്ഞത് കൈ മുട്ടുവരെ കഴുകണം, കാൽ നരിയാണി വരെ കഴുകണം. ഇത് എനിക്കും നിങ്ങൾക്കും കിട്ടിയത്, ആദ്യമായി കിട്ടിയത് നമ്മളെ ഉമ്മയിൽ നിന്നാണ്. ഉമ്മ ഒതു എടുക്കുമ്പോൾ കൈ കഴുകുന്നത് എവിടെയാണ്? മുട്ട് വരെ എന്ന് പറഞ്ഞാൽ വിരല് മുതൽ മുട്ട് വരെയാണ്. ഉമ്മ ഒതു ചെയ്യുമ്പോൾ കാല് കഴുകുന്നത് വിരൽ മുതൽ നെരിയാണി വരെയുള്ള സ്ഥലമാണ്, അല്ലാതെ മുട്ട് മുതലോ അര മുതലോ അല്ല. ഇത് ഉമ്മ എങ്ങനെ ഒതുവെടുക്കുന്നത് നമ്മൾ കണ്ടു, മാപ്പ ഒതുവെടുക്കുന്നത് കണ്ട്, മദർസയിലെ ഉസ്താദ് ഒതുവെടുക്കുന്നത് കണ്ട്, അങ്ങനെ ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദ് അങ്ങനെ വന്ന് ഷാഫി ഇമാമ് പറഞ്ഞതായി കണ്ടു. ഷാഫി ഇമാമിന് ഇവിടുന്ന് കിട്ടി. ഷാഫി ഇമാമ് നമ്മളെ പോലെയല്ല, ഹദീസ് പഠിച്ച ആളാണ്. 10 ലക്ഷം 10 ലക്ഷം ഹദീസ് കാണാതെ പഠിച്ച അഹ്മദ് ബിൻ ഹംബലിന്റെ ഉസ്താദാണ് കേട്ടോ. എക്കോ കാസറ്റ്സ്, ഫസ്റ്റ് ഫ്ലോർ, മർക്കസ് കോംപ്ലക്സ്, മാവൂർ റോഡ്, കാലിക്കറ്റ്. അത്തറുകൾ, ഖിബല കമ്പാസുകൾ, ഇസ്ലാമിക സീഡികൾ, തസ്ബീഹ് കൗണ്ടറുകൾ, മഫ്ത പിന്നുകൾ, ജുബ്ബ ബട്ടനുകൾ എന്നിവയുടെ വിപുലമായ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിപണി. എക്കോ കാസറ്റ്സ്, ഫസ്റ്റ് ഫ്ലോർ, മർക്കസ് കോംപ്ലക്സ്, മാവൂർ റോഡ്, കാലിക്കറ്റ്. ഫോൺ 9847 855 266.